ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, തിരുവചനത്തിൽ നിന്നുള്ള രഹസ്യങ്ങളെ അറിയുവാനും അതിൽ ആനന്ദിക്കുവാനും ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. ഈ പരിശുദ്ധ ദിവസങ്ങളിൽ നിൻ്റെ സന്നിധിയിലിരുന്നുകൊണ്ട് ദൈവിക വചനങ്ങളെ ധ്യാനിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകിയതിനാൽ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, വചനം കേൾക്കുക മാത്രം ചെയ്ത് ഞങ്ങളെ തന്നെ ചതിക്കാതെ അത് അനുസരിക്കുന്നവരായിരിക്കാനും നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നീ ബലപ്പെടുത്തുകയും അലങ്കരിക്കുകയും ചെയ്യണമേ. നിൻ്റെ കൃപ ഞങ്ങളിൽ ചൊരിഞ്ഞു തരണമേ. ഈ സമയം ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്ന രഹസ്യങ്ങൾ ശ്രദ്ധയോടെ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ വയലുകളിൽ വിതയ്ക്കപ്പെടുവാനും അതിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കുവാനും ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. കർത്താവായ യേശുമിശിഹാ ആകുന്ന ഞങ്ങളുടെ പരിജ്ഞാനത്തിൽ ഞങ്ങൾ നിറഞ്ഞ് കവിയുവാനും അവൻ്റെ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിറവിനാൽ ഞങ്ങൾ സന്തോഷിക്കുവാനും ഈ പരിശുദ്ധ നോയമ്പിൽ വിശുദ്ധിയോടെ ജീവിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു തരണമേ. കർത്താവെ, നിൻ്റെ വചനത്തെ കേൾക്കുന്ന എല്ലാവരെയും, ഇവിടെ ഇരിക്കുന്നവരെയും ദൂരവ്യാപകമായി ഇത് ശ്രവിക്കുന്നവരെയും നീ അനുഗ്രഹിക്കുകയും വചനത്തിൻ്റെ രുചി അവർക്ക് പകർന്നു നൽകുകയും ചെയ്യണമേ. ഞങ്ങളെന്നാളും നിനക്ക് നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്ക് സ്തുതിയും മഹത്വവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. കർത്താവിൽ അനുഗ്രഹീതരായിരിക്കുന്നവരെ, നോമ്പിൻ്റെ ഒരു പകുതിയോടെ നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഇതുവരെ അവർ ദൈവിക രഹസ്യങ്ങളെപ്പറ്റി ആരായുകയായിരുന്നു. വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക മർമ്മങ്ങളെ അവരുടെ ചിന്തകളിൽ കൂടിയും പ്രാർത്ഥനയിൽ കൂടിയും ഒക്കെ നമുക്ക് വിശദീകരിച്ച് തരുമ്പോൾ ഇനിയുള്ള പ്രാർത്ഥനകളെല്ലാം അടങ്ങിയിരിക്കുന്നത് നമ്മുടെ അവസ്ഥ എന്താണെന്നോ അവർ നമ്മളെ വെളിവാക്കി കാണിക്കുകയാണ്. അവർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പിതാക്കന്മാരുടെ പ്രാർത്ഥനകളാണ്. അതിലവരും പെടും. അവർക്ക് വെളിവായതാണ് നമ്മളിപ്പോൾ വീണ്ടും മനനം ചെയ്ത് നമ്മളുടെ അവസ്ഥയായിട്ട് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ പ്രാർത്ഥനകളെല്ലാം ദൈവിക ജ്ഞാനം അവരിലേക്ക് വെളിപ്പെട്ടപ്പോൾ, അതായത് കർത്താവിൻ്റെ ശോഭ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ അവസ്ഥ മനസ്സിലായി. അതുപോലെ തന്നെ നമുക്കും നോമ്പിൽ കൂടുതൽ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മളതിൽ ആനന്ദം കണ്ടെത്തുമ്പോൾ നമ്മളുടെ അവസ്ഥ തെളിഞ്ഞു വരികയും അതിനനുസരിച്ച് നമുക്ക് നമ്മളുടെ ശരീരത്തെ ക്രമപ്പെടുത്തി വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുകയും ചെയ്യുവാൻ സാധിക്കും. ശരീരത്തെ ശിക്ഷണത്തിൽ കൂടി കടത്തിവിടാതെ ആത്മാവിന് ശോഭ കിട്ടത്തില്ല, ഒട്ടും കിട്ടത്തില്ല. അത് കൂടുതലും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ ഒന്ന് ക്രമീകരിച്ച് നിർത്താൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ ശോഭാവ്യാപാരം പ്രകടമാകുന്നത് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഗുണമെന്ന് പറയുന്നത് മറ്റൊരു തരത്തിലും കൂടെയാണ് ശരീരത്തിലേക്ക് വ്യാപിക്കുന്നത്. ആത്മാവിൻ്റെ ഒരു വ്യാപാരമുണ്ടല്ലോ. അതായത് ശരീരത്തെ നിയന്ത്രിക്കണമെങ്കിൽ ശരീരത്തിൽ പെയിൻ എടുക്കാതെ പറ്റില്ല, വേദന എടുക്കാതെ പറ്റില്ല. അപ്പോൾ ആഹാരത്തെ നിയന്ത്രിക്കണമെന്ന് വിചാരിക്കുക. നമുക്ക് രുചിയുള്ള ഇഷ്ടം പോലെയുള്ള ആഹാര വസ്തുക്കളുണ്ട്. നമ്മുടെ വിചാരം എന്ന് പറയുന്നത് നോമ്പനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഇറച്ചിയും മുട്ടയും മീനും മാത്രം മാറ്റിവെച്ചാൽ നോയമ്പായി എന്നാണ്. നമുക്ക് മറ്റു ചില കാര്യങ്ങളും അറിയാം. അതായത് ഇറച്ചിയും മുട്ടയും മീനും അല്ലെങ്കിൽ ആഹാര ക്രമത്തിൽ ചില കാര്യങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ദുഷ്ടവിചാരങ്ങളെയൊക്കെ വെടിയണം എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ വിചാരിച്ചത് എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ആഹാരത്തിൽ തന്നെ നമ്മൾ ഈ വിശുദ്ധരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവും. അതൊരു സാധാരണ ജനത്തിന് പറ്റുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ പറ്റാഴികയൊന്നുമില്ല. ഒരു സന്യാസ വര്യൻ എന്നുള്ള രീതിയിൽ മാത്യൂസ് റമ്പാച്ചൻ നോമ്പുകാലത്ത് അനുഷ്ഠിച്ചിരുന്ന ചില കാര്യങ്ങൾ
അത് കർത്താവ് പറഞ്ഞു കൊടുത്തതനുസരിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഈ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പുതിയ മധുരസംഭാഷണങ്ങൾ, അതായത് ഇനിയും പ്രിൻ്റ് ചെയ്യുവാനിരിക്കുന്ന മധുരസംഭാഷണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നില്ല. ഞാനത് പതുക്കെ ഓരോന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് വായിച്ചിട്ട് ഞാൻ ഏകദേശം തലകറങ്ങി വീണിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ വചനം കേൾക്കുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പോകുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ ദൈവം കാണിച്ചു തരുമ്പോൾ നമ്മളൊക്കെ എവിടെ നിൽക്കുന്നത്, ഇവരൊക്കെ എവിടെ ആയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ ഒരു പ്രാർത്ഥന നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അതായത് മൗന കാലഘട്ടത്തിലെ കഷ്ടാനുഭാഴ്ചയുടെ സമയത്തെ പ്രാർത്ഥനകളുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് വളരെ തീവ്രമാണ്. 23 മീനം 125 ബുധനാഴ്ച 5 ഏപ്രിൽ 1950. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി ആദിമുതൽ എന്നുവന്നേക്കും തന്നെ ആമീൻ. കർത്താവേ, തിരുമേനിയുടെ കഷ്ടാനുഭവത്തെ ഓർത്ത് മഹാഭാവിയായ അടിയനോട് ഇപ്പോൾ തിരുവചനം അരുളി ചെയ്യണമേ. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച മറുപടിയാണ്. ഇത് സാധാരണ മറുപടി പോലെയല്ല, കൃത്യമായി വളരെ നിസ്സാരവും ലളിതവും നമ്മൾ വിചാരിക്കുന്ന പല കാര്യത്തിലും കർത്താവ് കൃത്യമായ ഇടപെടൽ നടത്തി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ വാത്സല്യമകനെ, നിനക്ക് ദിവ്യസമാധാനം. നീ ഭയപ്പെടാതെ ഇന്നു മുതൽ ദിനചര്യകൾ ക്രമമായി അനുഷ്ഠിക്കണം. അതിനാൽ കൃപയാൽ വേഗത്തിൽ ഭക്ഷണവിരക്തി നിനക്ക് ലഭിക്കും. ഇന്ന് ഉച്ച കഴിഞ്ഞ് നിനക്ക് പൊടിയരിക്കഞ്ഞിയും ചെറുപയറും മാത്രം കഴിക്കാം. അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ശുശ്രൂഷ കഴിഞ്ഞിട്ട് കഞ്ഞിയും പയറും പരിപ്പും കഴിക്കാം. ഏതാണ്? കഷ്ടാനുഭാഴ്ചയിലെ ബുധനാഴ്ച തൊട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ നീ ഭക്ഷിക്കാതിരിക്കുന്നതുകൊണ്ട് ശുശ്രൂഷകൾക്കും മറ്റും യാതൊരു കുഴപ്പവും വരികയില്ല. പിന്നീടുള്ള ആഹാരക്രമം പിന്നാലെ അറിയിക്കാം. നാളെയും നീ മധുരസംഭാഷണം സൗകര്യം പോലെ നടത്തണം. പച്ചവെള്ളം എപ്പോൾ വേണമെങ്കിലും കുടിക്കാം. വാത്സല്യമകനെ, ഈ ആഴ്ച കഴിഞ്ഞാലും നീ ഭക്ഷണവിരക്തിയിലും പ്രാർത്ഥനയിലും കഴിച്ചു കൂട്ടണം. ഞാനിത് വായിച്ച് കേൾപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഭക്ഷണവിരക്തി എന്ന് പറയുന്നത് ഇറച്ചിയും മുട്ടയും മീനും മാറ്റിവെക്കുന്നത് മാത്രമല്ല. ഇതൊരു വലിയ ഘടകമാണ്. സ്പിരിച്വാലിറ്റിയിൽ നമ്മളെ തകർത്ത് കളയുന്ന ഒരു വലിയ കാര്യമാണ് ഈ ഭക്ഷണത്തോടുള്ള നമ്മുടെ ഇഷ്ടം. അത് ജഡത്തിൻ്റെ ഒരു ആദ്യത്തെ അഭിലാഷമാണ്. ജഡീക മോഹങ്ങൾ പോലും ഉത്ഭവിക്കുന്നത് ഭക്ഷണത്തോടുള്ള ഇഷ്ടത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് പിശാച് കർത്താവിനെ ആദ്യം ഭക്ഷണത്തിൽ തന്നെ പരീക്ഷിച്ച് വീഴ്ത്തുവാൻ നോക്കിയത്. ബാക്കി വായിക്കാം. ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിക്കാം. അത് കഴിഞ്ഞാൽ പ്രത്യേക അനുവാദം ലഭിക്കുമ്പോൾ സംസാരിച്ചാൽ മതി. ഇന്നു മുതൽ ഭക്ഷണവിരക്തിക്കായി തുടർച്ചയായിട്ട് പരിശ്രമിക്കണം. അപ്പോൾ ഇത് പരിശ്രമിക്കാതെ കിട്ടത്തില്ല. ഭക്ഷണവിരക്തി എന്ന് പറയുന്നത് പരിശ്രമിക്കണമെന്നാണ് പറയുന്നത്. പരിശ്രമിക്കാതെ കിട്ടുകയില്ല. അതിന് ശരീരത്തിൽ പെയിൻ എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. ഭക്ഷണത്തോടൊരു വിരക്തി ഉണ്ടാകത്തക്കവണ്ണം അതിനെ മാറ്റി നിർത്തുവാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതൊരു വേദനയാണ്. ആ വേദന എടുക്കുമ്പോൾ ആത്മാവിന് പ്രകാശം ലഭിക്കും. ആ പ്രകാശം ലഭിക്കുമ്പോൾ അത് ദേഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ദേഹിയിൽ നിന്ന് വീണ്ടും ആ പ്രകാശം ശരീരത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ശരീരത്തിന് മനസ്സിലാവും ഇതിനകത്തൊരു ആനന്ദമുണ്ടെന്ന്. അങ്ങനെയാകുമ്പോൾ ശരീരം പിന്നെ ഇതിനോട് താതാത്മ്യപ്പെടുകയും നമ്മളെ ഉപവാസത്തിനായി ശരീരം തന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അവിടെയാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. പക്ഷേ ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തോടുള്ള ആവേശത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്ന അവിടെയാണ്. അല്ലെങ്കിൽ ഈസ്റ്റർ കഴിയാൻ നമ്മൾ ഇരിക്കും. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹത്തിന് വേണ്ടി. അതിന് കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്. ഞാനിത് അല്പം തീവ്രമായ ആധ്യാത്മികതയുള്ളവരുടെ കാര്യം പറയാം. ഇത് നമുക്കെല്ലാവർക്കും അനുഷ്ഠിക്കുവാനൊന്നും സാധിക്കണമെന്നില്ല. ചില പ്രത്യേക വരം ലഭിച്ചവർക്കുള്ളതാണ്. ഇന്ന് കഴിഞ്ഞാൽ അനുവാദം കൂടാതെ യാതൊന്നും ഒരു ദിവസവും കഴിക്കരുത്. ഇത് നിർബന്ധമാണ്. പരീക്ഷകൾ വന്നാൽ നീ പ്രാർത്ഥിക്കുകയും ഉത്സാഹിക്കുകയും ചെയ്താൽ മതി. വേഗത്തിൽ ക്രമീകരിക്കപ്പെടും. വാത്സല്യമകനെ, ഇന്ന് വേണമെങ്കിൽ ഉച്ച കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും ഭക്ഷിക്കുവാൻ അനുവദിച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ മേലാൽ യാതൊന്നും പാടില്ല. അത് ദോഷം ചെയ്യുന്നതാണ്. വാത്സല്യമകനെ, ഭക്ഷണവിരക്തി സംബന്ധിച്ച് താഴെ പറയുന്ന കാര്യങ്ങൾ 2 ആഴ്ചത്തേക്ക് മാത്രം നീ സൂക്ഷിച്ചാൽ കൃപയാൽ നീ ഭക്ഷണവിരക്തനാകും.
ഇന്ന് കഴിഞ്ഞാൽ ചെറുപയറും പരിപ്പും പൊടിയരിക്കഞ്ഞിയും നിർദ്ദേശിച്ചിരിക്കുന്ന അളവിൽ മാത്രം ഭക്ഷിക്കുക. വേറെ യാതൊന്നും പാടില്ല. വിശുദ്ധ കുർബാനയും നിത്യവും അനുഭവിക്കാം. പച്ചവെള്ളം എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. വേറെ യാതൊരു പാനീയവും കഴിക്കരുത്. ഇത് നീ കർശനമായ നിഷ്ഠ പാലിച്ചാൽ നിൻ്റെ ഭക്ഷണക്കൊതി നിശേഷം മാറി കണിശമായും നീ ഭക്ഷണവിരക്തനാവും. ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മാത്യുസ്ലീഹാ ഒരു ബലഹീനത ഉണ്ടായിരുന്നിരിക്കണം. അത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നിരിക്കണം. പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മറുപടിയാണ്, ഇങ്ങനെ നീ ചെയ്താൽ നിൻ്റെ ഭക്ഷണക്കൊതി നിശേഷം മാറി കണിശമായും നീ ഭക്ഷണവിരക്തനാവും. ഇതിനു പുറമെ നിവൃത്തിയുള്ളിടത്തോളം നീ പകൽ വെളിയിൽ ഇറങ്ങരുത്. ഭക്ഷണ സാധനങ്ങളെ നോക്കുകയോ അന്വേഷിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യരുത്. ഇതിനുവേണ്ടി നിത്യവും പ്രാർത്ഥനയും അപേക്ഷയും ജാഗരണവും ഉണ്ടായിരിക്കണം. നിത്യവും ഭക്ഷണവിരക്തിക്ക് കൃപയുണ്ടാകുവാൻ കൂടുതൽ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ശരണം ചെയ്യുക. ഇത് കിട്ടുന്നത് വരെ രാത്രിയിൽ പള്ളിയകത്തും മുറ്റത്തും മാത്രമേ കിടക്കുവാൻ അനുവാദമുള്ളൂ. അത് ഒറ്റപ്പായിൽ തലയണ ഇടാതെ മാത്രമായിരിക്കണം. രാത്രിയിൽ ഇത് ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിക്കുക, കുമ്പിടുക. രാത്രിയിൽ കഴിയുന്നതും ഉറക്കം കുറയ്ക്കുക. അതിനാൽ വേഗത്തിൽ നിനക്ക് ഭക്ഷണ വിരക്തി സിദ്ധി നേടാം. വാത്സല്യമകനെ, ഇന്ന് രാത്രിയിൽ നേരത്തെ നീ മുറിയിൽ കിടന്ന് 2 മണിക്ക് എഴുന്നേറ്റ് കുളിക്കണം. 3 മണിക്ക് ശുശ്രൂഷ നടത്താം. ഉയർപ്പിനും സന്ധ്യാനമസ്കാരം കഴിഞ്ഞ് മുറിയിൽ പ്രവേശിച്ച് 1 മണിക്ക് മുമ്പ് കുളിച്ച് പള്ളിയിൽ പ്രവേശിച്ച് ശുശ്രൂഷ നടത്താം. ഈ ദിവസങ്ങളിൽ ഒറ്റപ്പായി മാത്രം ഉപയോഗിക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നീ ശുഭമായിരിക്കുക. ഞാനിത് വായിച്ച് കേൾപ്പിച്ചതിൻ്റെ കാര്യം, ഈ ഒരു ആധ്യാത്മിക രീതി പിന്തുടരണമെന്നല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാനും നമ്മൾ എന്തെങ്കിലും ആണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ അതൊന്ന് നീങ്ങി കിട്ടാനുമാണ്. മനസ്സിലായോ? ഞാനീ മ്യൂസിക്കൊക്കെ ചെയ്തുകൊണ്ട് നടന്ന കാലത്തെ ഈ പാട്ടൊക്കെ പാടാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്ന കാലത്ത് അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നലുണ്ടാവുമല്ലോ. ചിലർക്കൊക്കെ അങ്ങനെ തോന്നലുണ്ട്. നമ്മൾ വലിയ കുഴപ്പമില്ലാതെ പാടും. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻസൊക്കെ വരുന്നവർക്കെല്ലാം അങ്ങനെ ഒരു തോന്നലുണ്ട്. നല്ലതാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൊരു കാര്യമാണ്, അങ്ങനെ തോന്നലും എല്ലാം വരുവാണെങ്കിൽ നിങ്ങൾ വല്ല ഹരിഹരൻ്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉസ്താദ് ഗസൽ സിംഗേഴ്സിൻ്റെയൊക്കെ പാട്ടുകൾ ചുമ്മാ എടുത്തു വെച്ചൊന്ന് കേട്ട് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് പാടാൻ അറിയത്തില്ല എന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ വലിയ സന്യാസിവര്യന്മാരുടെയൊക്കെ പുസ്തകം വായിക്കുന്നത് നമ്മളതുപോലെ കോപ്പി ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലൊന്നുമല്ല. അതൊക്കെ വേറൊരു ലെവൽ, അതാ വരം കിട്ടിയവർക്കേ അത് പറ്റത്തുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇത് മാത്യുസ്ലീഹാ മാത്രമല്ല, ഈ ആദിമപിതാക്കന്മാരുടെ ചില ഹോമിലീസ് അതുപോലെയുള്ള പിന്നെ അവരുടെ പ്രസംഗങ്ങൾ, ജീവിത രീതികളൊക്കെ വായിച്ച് നോക്കിയാൽ ഇതുപോലെയുള്ള അനേക ആത്മീയ അനുഷ്ഠാന രീതികൾ തീവ്രമായി അവരനുഷ്ഠിക്കുന്നത് കാണാം. സെൻറ്റ് മേരി ഓഫ് ഈജിപ്തിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഉണ്ടായിരുന്ന ജഡീക ആസക്തിയെ അവർ തരണം ചെയ്യുവാനായിട്ട് അവർ എത്രയും വർഷം ജഡീകമായ വ്യാപാരത്തിൽ നടന്നുവോ അത്രയും വർഷം അവർ ആ ജഡത്തെ കൊണ്ട് മരുഭൂമിയിൽ ഇരുത്തി. അതുകൊണ്ടാണ് അവർ വിശുദ്ധിയായത്. അല്ലെങ്കിൽ ആ ജഡത്തെ തോൽപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് അവർക്ക് ഉറപ്പായി. അപ്പോൾ ജഡത്തിന് പെയിൻ കൊടുത്താണ് ആദ്യം അതിനെ കൊല്ലുന്നത്. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ, അധികം ദൈവം താമസിപ്പിക്കത്തില്ല. ഇവിടെയും മാത്യുസ്ലീഹായോടും അദ്ദേഹം കർത്താവ് പറയുന്നത് കണ്ടില്ലേ, 2 ആഴ്ചത്തേക്ക് നീ ഇത് ചെയ്ത് നോക്കിയാൽ 3-ാമത്തെ ആഴ്ചയിൽ നിനക്ക് ആ സിദ്ധി കിട്ടും, സിദ്ധിയാവും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് കഷ്ടത സഹിഷ്ണുത സിദ്ധതയും ഉളവാക്കുന്നു എന്നാണ്. ആദ്യം കഷ്ടതയുണ്ടായിട്ട് അത് നമുക്ക് സഹിപ്പാനുള്ള വരം കിട്ടും. നമ്മൾ കഷ്ടത വരുമ്പോഴേ ഇതെങ്ങനെയും അങ്ങ് നീങ്ങിപ്പോകാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആദ്യം കഷ്ടത വരുമ്പോൾ കർത്താവിൻ്റെ കഷ്ടതയുമായിട്ട് ചേർത്ത് വെച്ച് അതിനെ സഹിക്കുവാനുള്ള വരം ആദ്യം കിട്ടും. സഹനം പിന്നീട് സിദ്ധിയായിട്ട് മാറും. സിദ്ധിയായിട്ട് മാറുമ്പോൾ ഈ സിദ്ധിയിലാണ് ആത്മപ്രകാശം
ജഡത്തിൽ വ്യാപരിക്കുന്നത്. പിന്നീട് അത് സിദ്ധിയാണ്. പിന്നെ ഉപവസിക്കുവാൻ നമ്മൾ കൊതിക്കും, അടുത്ത നോമ്പിന് വേണ്ടി കാത്തിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപവസിക്കും, പ്രാർത്ഥിക്കും, നോമ്പെടുക്കും. ഇപ്പോൾ വൈദ്യശാസ്ത്രം പോലും പറയുന്നത് ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത് എന്താണ്? ഫാസ്റ്റിംഗ് ആണ്, മറ്റൊന്നുമല്ല. ഏറ്റവും നല്ല മെഡിസിൻ അതാണ്. ഇടയ്ക്കിടയ്ക്ക് വയറിനെ സ്വസ്ഥമായിട്ട് വിട്ടാൽ നിങ്ങളുടെ ശരീരത്തിലെ സകല അസുഖങ്ങളും നീങ്ങിക്കിട്ടും. കാരണം അവിടെ ഒരു പ്യൂരിഫിക്കേഷൻ അന്നേരം നടന്നുകൊണ്ടേയിരിക്കും. രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഉറങ്ങാൻ കിടക്കുമ്പോൾ ശരീരം അത് റിപ്പയർ ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ ഈ രാത്രി 11 മണിക്കും 10 മണിക്കുമൊക്കെ ആഹാരം നിറച്ച് കൊടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം, ശരീരത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ ദഹനത്തിലേക്ക് ശ്രദ്ധിക്കും. കാരണം അത് റിപ്പയർ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ മുഴുവൻ എനർജിയും ദഹനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നതുകൊണ്ട് മറ്റ് ഭാഗങ്ങളിലുള്ള റിപ്പയർ നടക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തലവേദനയുടെ പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റ് അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടാകാം, അല്ലെങ്കിൽ കാലിൻ്റെ പുളപ്പിൻ്റെ പ്രശ്നം ഉണ്ടാകാം, അതുപോലെ തന്നെ മറ്റ് ഇതര വിഷയങ്ങളിൽ ശരീരത്തിൻ്റെ പല ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടാകാം. അതുകൊണ്ടാണ് ഈ ബുദ്ധ സന്യാസിമാർ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുകയില്ല. കാരണം റിപ്പയർ ബൈ ഡീഫോൾട്ട് ശരീരത്തിലുണ്ട്. ഒരു മെഡിസിനും എടുക്കാതെ, അത് വൈദ്യശാസ്ത്രം പോലും ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്, ഒരു മെഡിസിനും എടുക്കാതെ പല അസുഖങ്ങളും നീങ്ങിക്കിട്ടാം. ഷുഗറുള്ളവരുടെ ഷുഗർ ഫാസ്റ്റിംഗ് കൊണ്ട് മാറിക്കിട്ടും. പക്ഷേ കൃത്യമായ രീതിയിൽ അവരുടെ ശരീരത്തിനനുസരിച്ച് ചുമ്മാ എന്തെങ്കിലും ഫാസ്റ്റ് ചെയ്ത് കളയരുത്. അത് അവരുടെ ശരീരമായിട്ടുള്ള ചേർച്ചയനുസരിച്ച് ഒരു വൈദ്യനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞു തരും, അതിനനുസരിച്ചാണ്. അല്ലാതെ ഇന്ന് മുതൽ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറുമെന്നല്ല. ശരീരത്തിൻ്റെ ഒരു പ്രത്യേക ഘടനയുണ്ട്, അതിനനുസരിച്ചുള്ള ക്രമീകരണമാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇത് തന്നെ സ്പിരിച്വാലിറ്റിയിലുമുണ്ട്. സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ അകത്തെ മനുഷ്യന് ഫാസ്റ്റിംഗ് കൊടുക്കേണ്ടതുണ്ട്. അവനെ സമാധാനമായിട്ട് ഇരുത്തേണ്ട സമയമുണ്ട്, അവനെ ആത്മീയമായി പ്രവർത്തിപ്പിക്കേണ്ട സമയമുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം മാറി ലോകത്തിൻ്റെ ഒരു വ്യാപാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാധ്യതയുണ്ട്. അത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന കാര്യത്തിൽ അല്പഭാഗം അവിടെയും സൂചിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് ഈ നോമ്പ് കാലങ്ങളിൽ പല ജഡീക ആഗ്രഹങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിപ്പാനുള്ള ഒരു കൃപ കിട്ടുകയും അതൊരു സിദ്ധിയായി മാറിയില്ലെങ്കിൽ ഈ ആഗ്രഹം പിന്നെയും കയറി വരും. സിദ്ധിയാവണം. അതിനാണ് കഷ്ടതയിൽ കൂടി തന്നെ ശരീരത്തെ നമ്മൾ ക്രമീകരിക്കേണ്ട ആവശ്യകത പറയുന്നത്. നമുക്ക് ഒന്നും കൂടെ 13-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ആഴ്ച യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ ഒരു മുഖവുര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കുറച്ച് വായിച്ചെങ്കിലും കുറച്ചും കൂടെ ആഴത്തിലേക്ക് അതൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് 13-ാം അധ്യായം ഒന്നും കൂടെ വായിക്കുകയാണ്, 1 മുതൽ വായിക്കുകയാണ്. ഇത് യേശുമ്പുരാൻ മരിക്കുന്നതിന് മുമ്പ് പെസഹ കൊണ്ടാടി അതിനു മുമ്പായിട്ട് ശിഷ്യന്മാരെ ഒരുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അവരെ പ്രബോധിപ്പിക്കുന്നതാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഒന്നും കൂടെ ആ ഭാഗം വായിക്കുകയാണ്. 13-ാം അധ്യായം 1-ാം വാക്യം. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അപ്പോൾ ഈ പെസഹ എന്ന് പറയുന്നതിന് നമ്മൾ മറ്റൊരു പേര് പറയും. എന്താണത്? എന്താണ്? കടന്നുപോക്ക്. അങ്ങനെയുള്ള അർത്ഥമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊരു അത്താഴമാണല്ലോ. ഇതിന് നമ്മൾ എന്ത് അത്താഴം എന്നാണ് പറയുന്നത്? പൊതുവെ അന്ത്യ അത്താഴം എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ അന്ത്യ അത്താഴത്തെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഈ കർത്താവ് ശിഷ്യന്മാരുമൊത്ത് അനുഭവിച്ച ഈ പെസഹ അതിൻ്റെ നിഴലായിരുന്നതാണ് പഴയ നിയമത്തിലെ പെസഹ എന്ന് പറയുന്നത്. അതിനാർക്കും സംശയമില്ലല്ലോ. അത് നിശ്ചയമായും തീർത്തും അതിൻ്റെ നിഴലാണ്. അതായത് ഇസ്രായേൽക്കാരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച്
കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അവസാനത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരത്തിൻ്റെ കാര്യം പ്രത്യേകമായി അനുസ്മരിച്ചുകൊണ്ട് അവർ എല്ലാ വർഷവും നീസാൻ മാസം 14-ാം തീയതി പെസഹ കൊണ്ടാടുമായിരുന്നു. അപ്പോൾ വീട്ടിലെ കാരണവർ തൻ്റെ മക്കളോടൊപ്പം ഇരുന്ന് പെസഹ ആചരിക്കും. കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ വീട്ടിലെ മകൻ ചോദിക്കും, അപ്പ കഴിഞ്ഞ രാത്രികളിൽ നിന്നും ഈ രാത്രി ഇപ്രകാരം വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അപ്പൻ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അവരെ പഠിപ്പിക്കും. ഒരു വീണ്ടെടുപ്പിൻ്റെ രക്ഷയുടെ അനുഭവത്തെപ്പറ്റി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് പുതിയ നിയമത്തിലെ ഈ പെസഹായുടെ നിഴലായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ പുതിയ നിയമത്തിലെ പെസഹായ്ക്ക് അപ്പോൾ എന്ത് പേര് പറയാം? പൊരുൾ എന്ന് പറയാം, അല്ലേ? പക്ഷേ അവിടെയും ഈ പൊരുളിനെ നമുക്ക് 2 ഭാഗമാക്കണം. ശ്രദ്ധിച്ചോളണം എങ്ങനെയാണെന്നുള്ളത്. 2 ഭാഗം. അതായത് ഈ പൊരുളിൽ തന്നെ 2 വശങ്ങളുണ്ട്. ഈ പൊരുളിൽ ഒരു എൻട്രി പോർഷനുണ്ട്, ഒരു കംപ്ലീറ്റ് എൻഡ് പോർഷനുണ്ട്. എന്ന് പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, കർത്താവ് പുതിയ പെസഹ സെഹിയോൻ മാളിൽ ആരംഭിച്ചപ്പോൾ ഈ പൊരുളിൻ്റെ ആരംഭം കുറിച്ചു. പഴയ നിയമത്തിലെ നിഴലായിരുന്നതിൻ്റെ അതിൻ്റെ പൂർത്തീകരണം അത് നീക്കിയിട്ട്, പഴയ പെസഹായെ നീക്കിയിട്ട് പുതിയ പെസഹ ആരംഭിച്ചു, എൻട്രി കയറി. ഇനി ഞാൻ പറയുന്നതിന് മറ്റൊരു കാര്യമുണ്ട്. അടുത്ത വചനം എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഈ കാര്യം മനസ്സിലാകണം. എന്നാൽ ഇതിൻ്റെ 2ാം ഭാഗം എന്ന് പറയുന്നത് അന്ത്യ അത്താഴത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ അതിനൊരു എൻഡില്ല. നിത്യതയിൽ നമുക്ക് ലഭിക്കുന്നത് സ്വർഗീയ വിരുന്നാണെന്നാണ് പറയുന്നത്, അല്ലേ? ദൈവരാജ്യം സ്വർഗീയ വിരുന്നാണ്. അതിനെപ്പറ്റി ഒരു ഉപമ തന്നെ കർത്താവ് പറയുന്നുണ്ട്. ദൈവരാജ്യത്തിൽ ഉണ്ടായിരിക്കുന്ന നിത്യമായ വിരുന്നിൻ്റെ ഉപമയെപ്പറ്റി കർത്താവ് പഠിപ്പിക്കുന്ന ഒരാൾ ഒരു വലിയ സദ്യ ഒരുക്കി വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ വിളിച്ചു നോക്കി, ആരും വന്നില്ല. പിന്നെ തെരുവിൽ പോയി അവിടെയുള്ള ഭിക്ഷക്കാരെയും അതുപോലെയുള്ള ദരിദ്രരെയും പാവപ്പെട്ടവരെയും എല്ലാം വരുവാൻ പറഞ്ഞു. അങ്ങനെ അവരെ വിളിച്ച് വലിയ വിരുന്നൊരുക്കി. എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത് വലിയൊരു വിരുന്നാകുന്നു. അതായത് കർത്താവിൻ്റെ 2ാമത്തെ വരവും തുടർന്നും ഉള്ളതും അന്ത്യ അത്താഴത്തിൻ്റെ ഈ നമ്മൾ ഈ കാലത്തിനുള്ളിൽ നിന്ന് മാറിയിട്ടുള്ള അടുത്ത സ്റ്റേജാണ്. എൻ്റെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതെല്ലാം നിത്യതയാണല്ലോ. നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഇത് കൃത്യമായിട്ട് മനസ്സിലാകണം. ഇതെല്ലാം നിത്യതയാണ്, അത് നിത്യതയാണ്, ഇവിടെ നിത്യതയാണ്. പക്ഷേ ഈ നിത്യത ഈ എൻട്രി ലെവലിൽ നമ്മൾ ഈ ടൈം ഫ്രെയിമിനകത്ത് നിൽക്കുന്നുണ്ട്. ഈ ടൈം ഫ്രെയിമിനൊരു പ്രശ്നമുണ്ട്. ഈ ടൈം ഫ്രെയിം എങ്ങനെയാണ് വന്നത്? കാലം എങ്ങനെയാണ് വന്നത്? കാലൻ എന്നുള്ള വാക്കോർത്താൽ മതി. കാലം എന്നുള്ള വാക്കിൽ നിന്നാണ് കാലൻ എന്നുള്ള വാക്കുണ്ടായത്. അതായത് ഒന്ന് തീരുന്ന അവസ്ഥയാണ് കാലൻ. അത് കാലൻ എല്ലാം കണക്റ്റഡാണ്. കാലമുണ്ടായത് ഭൂമിക്ക് ശാപം കിട്ടിയതുകൊണ്ടാണ്. അതിനു മുമ്പ് നിത്യമായൊരു ഭൂമിയാകുന്നു, അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? ഈ ഭാഗം മനസ്സിലായില്ല, ഇപ്പം തന്നെ പറഞ്ഞോണം മനസ്സിലായില്ലെന്ന്. ദൈവം ആദാമിനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കുമ്പോൾ ആദാമും നിത്യനായിരുന്നു, ഭൂമി നിത്യമായിരുന്നു. ആദം പാപം ചെയ്തപ്പോൾ സൃഷ്ടിയിന്മേൽ ശാപം കയറിയതുകൊണ്ട് ആദാമും അല്ലെങ്കിൽ മനുഷ്യജാതി മുഴുവനും സൃഷ്ടിയും ശാപഗ്രസ്തമായതിനാൽ അത് വന്നുപെട്ട അവസ്ഥയാണ് ടൈം ഫ്രെയിം. ഇത് ദൈവത്തിൻ്റെ വിശേഷണ പദമല്ല. ഏത്? ടൈം ഫ്രെയിം. കാരണം ദൈവം കാലത്തിന് അതീതനാണ്. ദൈവത്തിൻ്റെ ലിസ്റ്റിലുള്ളൊരു സാധനമല്ല എന്ത്? കാലം. പക്ഷേ ഇവൻ പാപം ചെയ്തുകൊണ്ട് ഈ കാലത്തിനകത്തേക്ക് ഇവൻ വന്ന് പെട്ടു. അങ്ങനെയാണ് കാലത്തിനകത്തായത്. കാലത്തിനകത്താണ് കാലനുള്ളത്. അതുകൊണ്ടാണ് പർദീസയിലേക്ക് പിശാച് കയറിയത്. മനസ്സിലായോ? പർദീസയിൽ പിശാച് കയറി. അവൻ അതിനെ സ്വീകരിച്ചതിനാൽ അവൻ ശാപഗ്രസ്തനായി കാലത്തിന് അകത്തായി. ഇപ്പോൾ കർത്താവ് ഇവിടെ വന്ന് സർപ്പത്തിൻ്റെ തലയെ തകർത്ത് കാലത്തെ തോൽപ്പിച്ചു. പക്ഷേ കർത്താവിൻ്റെ 2ാമത്തെ വരവ് വരെ ഇതിൻ്റെ ടൈം ഫ്രെയിം അവിടെ ഉണ്ട്.
അതുകൊണ്ട് തന്നെ ആ കാലത്തിനകത്ത് ഈ കർത്താവ് തുടങ്ങി വെച്ച ഈ പെസഹ, നിത്യമായ പെസഹയുടെ അല്ലെങ്കിൽ നിത്യമായ വിശുദ്ധ കുർബാനയുടെ അല്ലെങ്കിൽ നിത്യമായ സ്വർഗീയ വിരുന്നിൻ്റെ ആരംഭമാണെങ്കിലും അവിടെ പൈശാചിക വ്യാപാരം ഉണ്ടാവാം. അല്ലെങ്കിൽ പിന്നെ പള്ളിയിൽ പ്രശ്നം നടക്കുമോ? എല്ലാ പള്ളിയും സ്വർഗീയ ആരാധനയിൽ അങ്ങ് നിൽക്കത്തില്ലയോ? ഇവിടെ എന്തുകൊണ്ടാണ് ഇതിനകത്ത് പിശാച് കയറിയത്? അപ്പോൾ അടുത്ത വചനം വായിക്കുമ്പോൾ അത് മനസ്സിലാവും. ഇതൊന്നുകൂടെ വായിക്കാം. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്ന നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെയും രണ്ട് പാർട്ടും മനസ്സിലാക്കണം. എല്ലാം ഈ രണ്ട് പാർട്ടുകളാണ്. അത് കൃത്യമായിട്ട് നമ്മുടെ അന്തരാത്മാവിൽ കയറണം. ഇത് ബുദ്ധി ഉപയോഗിച്ചാലൊന്നും പിടികിട്ടത്തില്ല. ഇത് ആത്മാവിൽ വ്യാപരിക്കണം. ലോകം എന്നുള്ള വാക്ക് നിങ്ങളൊന്ന് എടുത്തേ. ലോകം എന്നുള്ള വാക്ക് യോഹന്നാൻ ശ്ലീഹ ലോകം എന്ന് പറയുന്നിടത്ത് ചിലയിടത്ത് പറയും തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം അത്രയ്ക്കും ലോകത്തെ സ്നേഹിച്ചു. എത്ര വാക്യം? 3:16 അല്ലേ? 16 എൻ്റെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന വാക്യമാണ് അല്ലേ? 3:16 അത്രയ്ക്കും ലോകത്തെ സ്നേഹിക്കുന്നെന്നാണ് പറയുന്നത്. എന്നാൽ ഈ ലോകത്തെ വെറുക്കണം എന്നും കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ലോകത്തെയും അതിനുള്ളതിനെയും സ്നേഹിക്കരുത്. അപ്പോൾ ഈ ദൈവം തന്നെയാണ് ഇച്ചിരി പറഞ്ഞാൽ ലോകത്തെ സ്നേഹിച്ചു എന്ന്. അപ്പോൾ ലോകം എന്നുള്ളതിനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒന്നാമത്തെ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞത് ദൈവമക്കളും ദൈവത്തിൻ്റെ സൃഷ്ടിയും കൂടെ ചേർന്ന ലോകം. അതൊരു ലോകം. ആ ലോകത്തെയാണ് ദൈവം സ്നേഹിച്ചത്. ദൈവത്തിൻ്റെ മക്കൾ വസിക്കുന്ന ദൈവം ഉണ്ടാക്കിയ സൃഷ്ടി ചേർന്നുള്ള ലോകം. ഇനി മറ്റൊരു ലോകമുണ്ട്. അത് ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ലോകമാണ്. അത് 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാം വാക്യത്തിലുണ്ട്. വായിക്കാമോ? 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാം വാക്യം വായിച്ചേ. 5:19 നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഇനിയും ഗലാത്യർ 1:3 ഒന്ന് വായിക്കാം. ഗലാത്യർ 1-ാം അധ്യായം 3-ാം വാക്യം വായിച്ചു. ഗലേഷ്യൻസ് 1-ാം അധ്യായം 3-ാം വാക്യം. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്. അങ്ങനൊരു വചനം കിടപ്പുണ്ട്. ഇനിയും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 12:31 വായിച്ചത് നമ്മൾ പഠിച്ച വാക്യമാണ്. 12:31 ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഇത് കർത്താവ് ആദ്യം ഉദ്ദേശിച്ച ദൈവമക്കളും തൻ്റെ മഹനീയമായ സൃഷ്ടിയുടെ ആ ലോകത്തെ അല്ലാതൊരു ലോകമുണ്ട്. അതായത് പാപമയമായ ലോകം. നമ്മളുടെ അന്തരാത്മാവിൽ അല്ലെങ്കിൽ അകത്തെ മനുഷ്യനിൽ വ്യാപരിക്കുന്ന പാപചിന്തകൾ ചേർത്ത് വെച്ചാൽ ഉണ്ടാകുന്ന ഒരു ലോകമുണ്ട്. ഇനി നമുക്ക് 14-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം തന്നെ 14-ാം അധ്യായത്തിൽ 30-ാം വാക്യം വായിക്കാം. 30-ാം വാക്യം. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ മാത്യു സമ്പാച്ചൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ വായിച്ച ഒരു കാര്യത്തിൽ കർത്താവ് അദ്ദേഹത്തോട് നിഷ്കർഷിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് കേട്ടാൽ തോന്നും ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അതായത് അദ്ദേഹത്തോട് പറയുകയാണ്, എവിടെയോ പറഞ്ഞല്ലോ, നമ്മൾ വായിച്ചല്ലോ, ഇന്നു മുതൽ അനുവാദം കൂടാതെ നീ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞു. ലോകത്തിലേക്ക് ഇറങ്ങരുത് എന്നാണ് പറയുന്നത്. ലോകത്തിലേക്ക് ഇറങ്ങരുത് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മാത്യു സമ്പാച്ചനോട് അത് തന്നെയാണ് പറഞ്ഞത്. അതായത് മൗനം എടുക്കുന്ന സമയം ആണല്ലോ, മുറിയിൽ നിന്ന് ഇറങ്ങരുതെന്നാണ്. പക്ഷേ മുറിയിൽ നിന്ന് ഇറങ്ങി ലോകത്തിൽ നിന്ന് മാറി നിൽക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് വലിയ പാടാണിത്. ഈ ലോകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രഭുവിൻ്റെ ലോകമുണ്ട്, ദുഷ്ടൻ്റെ ലോകം നമ്മളെ ആകർഷിക്കും. അതുകൊണ്ടാണ്
സൂക്ഷ്മമായി ആധ്യാത്മിക ജീവിതം നയിക്കുന്നവർ ലോകത്തോട് അഭിവാഞ്ച കാണിക്കരുത് എന്ന് പറയുന്നത്. ലോകവും അതിൻ്റെ മോദങ്ങളും നമുക്ക് വലിയ താല്പര്യം ഉണ്ടാകുവാൻ പാടില്ല. പക്ഷേ അത് കർത്താവിലേക്ക് അടുക്കുമ്പോൾ ഈ ലോകത്തെ നമ്മൾ പതിയെ പതിയെ മാറ്റി നിർത്തുകയും ചെയ്യും. അപ്പോൾ ലോകം എന്ന് പറയുമ്പോഴും ഈ രണ്ട് അവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അന്ത്യത്താഴം എന്ന് പറയുമ്പോൾ പെസഹ നിഴലായിരുന്നു, എന്നാൽ കർത്താവ് ആ നിഴലിനെ അവസാനിപ്പിച്ചിട്ട് പുതിയ പെസഹ തുടങ്ങി. പുതിയ പെസഹ തുടങ്ങിയിട്ട് അത് നമ്മളിപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആ പെസഹയിൽ അനീതി കയറാം. അടുത്ത വചനം വായിച്ചു, അവിടെയുണ്ട് 2-ാം വാക്യം. അത്താഴമായപ്പോൾ, ഏതത്താഴമായത്? കർത്താവിൻ്റെ ഈ തുടങ്ങി വെച്ച പുതിയ പെസഹയുടെ അത്താഴമായപ്പോൾ ആര് കയറി? പിശാച് ശീമോൻ്റെ മകനായ യൂദ ഇസ്കറിയാവിൻ്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു. മാത്രമല്ല, ഇതെടുത്ത് അപ്പമെടുത്ത് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തപ്പോൾ അവൻ്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചു എന്നാണ് യോഹന്നാനിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരാധനയും തിരുവത്താഴവും സ്വർഗീയ വിരുന്നുമായതിൻ്റെ മഹനീയമായ കൂദാശ എന്ന് പറയുന്ന വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിട്ട് നമ്മൾ സ്വർഗീയ വിരുന്നിൻ്റെ പങ്കാളികളാണെന്ന് അവകാശപ്പെടുകയും അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് ദൈവികമായ യാതൊരു ഭാവവും പ്രകടിപ്പിക്കാതെ പൈശാചികമായ വാസന നമ്മളിൽ വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇസ്കറിയോത്തായുടെ പക്ഷം ചേർന്ന് നിൽക്കുകയാണെന്നാണ്. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ ചെറിയ കാര്യങ്ങൾ പോലും കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങനെ ചെറുത് വലുത് എന്നുള്ളതല്ല. ആധ്യാത്മികമായി നമ്മൾ വളരും തോറും ചെറിയ പാപങ്ങൾ എന്തായി തോന്നും? വലുതായിട്ട് തോന്നും. നമ്മൾ കർത്താവിനോട് അടുക്കുമ്പോഴേ അങ്ങനെ ആകത്തുള്ളൂ. അല്ലെങ്കിൽ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അത് കുഴപ്പമില്ല, നമ്മളതിനെ കോംപ്രമൈസ് ചെയ്യും. റോമർക്കെതിരെ ലേഖനത്തിൽ പഠിച്ച പോലെ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യർ എന്നുള്ള തലത്തിലേക്ക് വരും. നമ്മൾ ചെയ്യുന്നത് അനീതിയാണെന്ന് നമുക്ക് തോന്നത്തില്ല, കാരണം ചെറിയ കാര്യമല്ലേ. വലിയ വലിയ പാപം ചെയ്യുന്നവരെ മാത്രം ഇത് വലിയ കൂടിയ ഐറ്റമാണ് അല്ലേ. വിജയമില്ല മോഷ്ടിച്ചാൽ വലിയ ഐറ്റം. നമ്മൾ 10 രൂപ എടുത്തു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ അനീതി കൊണ്ട് യഥാർത്ഥ സത്യത്തെ നമ്മൾ മറച്ചു വയ്ക്കുകയാണ്. അതായത് കർത്താവ് എന്ന യഥാർത്ഥ സത്യത്തിന് ചെറുതും വലുതുമെല്ലാം വലുത് തന്നെ. അത് കർത്താവിനോട് അടുത്ത് ചെല്ലുമ്പോഴേ ചെറിയ പാപങ്ങൾ വലുതായിട്ട് തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ തോന്നത്തില്ല. അപ്പോൾ വിശുദ്ധ കുർബാന എന്ന വലിയ വിരുന്ന്, അല്ലെങ്കിൽ നമ്മൾ കർത്താവ് കൈമാറി തന്നിരിക്കുന്ന ഈ അതിമഹനീയമായ ശുശ്രൂഷ, കാരണം കർത്താവ് വന്നത് തന്നെ അതിനു വേണ്ടിയാണല്ലോ. ഈ ഭൂമുഖത്ത് കർത്താവ് വന്നത് 2 കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും. താൻ തന്നെ തൻ്റെ ശരീരത്തെ കുരിശിൽ ഏറ്റുവാനും ആ ശരീരത്തെ അപ്പവീഞ്ഞുകളിൽ കൂടി നമുക്ക് തരുവാനുമാണ്. ഇതാണ് പ്രധാനപ്പെട്ട 2 ഉദ്ദേശം. ഈ 2 ഉദ്ദേശങ്ങളും അവൻ്റെ നാഴികയിൽ അവൻ്റെ സമയത്ത് സാധ്യമാകണം. അതിനുള്ള സമയമാണ് വരുവാൻ പോകുന്നത്. അതാണ് പെസഹ പെരുന്നാളിന് മുമ്പ് താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു പറഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെയും സ്നേഹിച്ചു. അത്താഴമായപ്പോൾ പിശാച് ശീമോൻ്റെ മകനായ യൂദ ഇസ്കറിയോത്താവിൻ്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴും ചിലപ്പോൾ ഇസ്കറിയോത്തായുടെ സ്വഭാവം നമ്മളിൽ വരുവാനുള്ള സാധ്യത മുന്നമേ കാണണം. മുന്നമേ കണ്ടിട്ട് അതിനെ തോൽപ്പിക്കുവാൻ വേണ്ടി ശരീരത്തിൽ തന്നെ നമ്മളതിൻ്റെ ക്രമീകരണം ചെയ്യേണ്ടിയിരിക്കുന്നു. 3-ാം വാക്യം, പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ. അപ്പോൾ ഈ ശീമോൻ്റെ മകനായ യൂദ ഇസ്കറിയോത്താവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്നുള്ള കാര്യം കർത്താവിന് വളരെ വ്യക്തമായി അറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 6:6 എന്ന് വായിച്ച്, 6:6, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം. താൻ ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. എല്ലാം മുന്നമേ അറിയാം. നമുക്ക് 1 കൊരിന്ത്യർ 10:13 വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാം വാക്യം.
1 കൊരിന്ത്യർ 10:13 മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി പോക്കുവഴിയും അവൻ ഒരുക്കും. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരേണ്ടത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. നമുക്കറിഞ്ഞില്ലെങ്കിലും അവന് കൃത്യമായിട്ട് അതറിയാം. ഇവിടെ ശീമോൻ്റെ മകനായ യൂദാ ഇസ്കറിയാത്തയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ദുരാഗ്രഹം ഉണ്ടെന്നുള്ളത് കർത്താവിന് അറിയാമായിരുന്നിട്ടും, എന്നിട്ട് വേണം മേളത്തെ വാചകം വായിക്കാൻ, ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഈ യൂദായെ യേശു സ്നേഹത്തിന് ഒരു കുഴപ്പവും വരുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ചുംബിക്കാൻ വന്നപ്പോൾ എന്താണ് വിളിച്ചത്, അഡ്രസ്സ് ചെയ്തത് എന്താണ്? സ്നേഹിത എന്നാണ് അഡ്രസ്സ് ചെയ്തത്, മറ്റൊന്നുമല്ല. ചതിയനെ, വഞ്ചകനെ എന്നൊന്നുമല്ല. നമ്മളാണെങ്കിൽ നമ്മളെ ആരെങ്കിലും ചതിക്കുകയോ വഞ്ചിക്കുകയോ അല്ലെങ്കിൽ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മതി, അവനെ കാണുമ്പോഴേ നമ്മൾ പറയും ദ്രോഹി അല്ലെങ്കിൽ വഞ്ചക, ചതിയ നമ്മൾ ആദ്യമേ വിളിക്കും. കാരണം നമ്മൾ അറിഞ്ഞു ഈ വിവരം. യേശു ഇതറിഞ്ഞായിരുന്നു, യേശുമ്പുരാനും ഇതറിഞ്ഞായിരുന്നു. പക്ഷേ യൂദാ വരുമ്പോൾ, അതും പടയാളികളുമായിട്ടാണ് വരുന്നത്. മറ്റ് 3 ശിഷ്യന്മാർ ഉറക്കത്തോടെ ഉറക്കം, അമ്മാർക്കാന്ന് എണ്ണീക്കാൻ പറ്റുന്നേയില്ല. അവസാനം കർത്താവ് വ്യാകുലപ്പെട്ടതാണ് ഇവരുടെ മുമ്പിൽ വന്ന് തലേ ദിവസം, അല്ലേ? തലേ ദിവസം അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ സീൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവൻ ഇവരെ വിളിച്ചിട്ട് ഒരു ഗുരു ശിഷ്യന്മാരുടെ മുമ്പിൽ തേങ്ങിക്കരയുവാനും ആകുലപ്പെടുവാനും തുടങ്ങിയെന്നാണ്. എന്ന് പറഞ്ഞാൽ തേങ്ങിക്കരയാണ്, കൊച്ചു പിള്ളേർ കരയുന്ന പോലെ ഇരുന്ന് കരയാണ്. ഇതെല്ലാം കണ്ടിട്ടാണ് ഇവന്മാർ പിന്നെയും പോയി കിടന്ന് ഉറങ്ങുന്നത്. 3 തവണ എന്ന് വിളിച്ച് ഉണർത്തി നോക്കി, 3 തവണ വിളിച്ച് ഉണർത്തി നോക്കി. 4ാമത് എന്നപ്പോഴും ഉറങ്ങുന്നത് കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, ഇനിയും ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുവിൻ, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്നാണ്. യൂദാ പാപിയാണ് എന്ന് അറിഞ്ഞിട്ട് കൂടി യൂദായെ കർത്താവ് സ്നേഹിച്ചിരുന്നു. പിതാവ് സാലോം തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ യൂദായ കർത്താവിന് എന്തുകൊണ്ടാണ് സ്നേഹിക്കാൻ പറ്റിയത്? ഈ വിധകളെല്ലാം എടുക്കുവാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? താൻ ആരാണെന്ന് കർത്താവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പലപ്പോഴും അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് വെളിപ്പെട്ട് കിട്ടിയത് വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് എന്നേ ഉള്ളൂ. ശീമോന് അത് വെളിപ്പെട്ടു, ശിഷ്യന്മാർക്കെല്ലാം അത് വെളിപ്പെട്ടു. അതുകൊണ്ടാണ് അവർ കൂടെ നിന്നത്. എന്നെ ആർ എന്ന് ജനം പറയുന്നു എന്ന് ചോദിച്ചതിന് ചിലർ പറഞ്ഞ് ഏലിയാവാണ്, ചിലർ യോഹന്നാസ്നാവാനാണെന്ന് പറയുന്നു. എന്നാൽ ശീമോൻ പത്രോസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്ത് പറഞ്ഞു? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അപ്പോൾ കർത്താവ് എന്ത് മറുപടി പറഞ്ഞു? ബറി യോന ശീമോനെ എന്ന് പറഞ്ഞാൽ യോനയുടെ പുത്രനായ, ബറി യോന എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നാണ് അർത്ഥം. ബ്രോ, പുത്രൻ. ബറി യോന ശീമോനെ, ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ. പിന്നീടാണ് അധികാരങ്ങൾ കൊടുക്കുന്നത്. ആ വെളിപ്പാടുണ്ടായാലേ അധികാരങ്ങൾ കൊടുക്കുവാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും എടുത്ത് അധികാരം കൊടുക്കുവാൻ പറ്റത്തില്ല. വെളിപാടുള്ളവരുടെ പൗരോഹിത്യത്തിൽ മാത്രമേ ശക്തി ഉണ്ടാകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളിലും പൗരോഹിത്യമുണ്ട്. മാമോദീസയിൽ കൂടി ഒരു പൗരോഹിത്യം നിങ്ങളെ വന്നിട്ടുണ്ട്. അത് താഴോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. താഴോട്ട് ആ കാര്യം വരുന്നുണ്ട്. ആ പൗരോഹിത്യം നൽവരം നിങ്ങൾക്ക് പ്രയോഗിക്കുവാൻ, പിശാചിനെ പുറത്തിറക്കുവാൻ, നിങ്ങളിലുള്ള ഇരുട്ടിൻ്റെ ആത്മാവിനെ, അവനവനിലുള്ള ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ശാസിക്കുവാനും എക്സോസിസം നടത്തുവാനുള്ള അധികാരം നിങ്ങളിലുണ്ട്. പക്ഷേ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയണം. അല്ലെ കർത്താവിനോട് ചോദിക്കണം. മറ്റേ നടൻ പറഞ്ഞ പോലെ, താൻ ആരാണെന്ന് തനിക്കറിയത്തില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം താൻ ആരാണെന്ന് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മളെപ്പറ്റി അറിയത്തില്ല. അതാണ് പ്രശ്നം. നമ്മളുടെ ശക്തി വ്യാപാരം അറിയത്തില്ല. മാമോദീസ മുങ്ങി ഒരുത്തൻ്റെ ശക്തി വ്യാപാരത്തെപ്പറ്റി നമുക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുമായിരുന്നു. അത് നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മൾ ലോകത്തിലേക്ക് പോയി, ലോകത്തിലേക്ക് ഇറങ്ങി, ഇസ്കറിയോത്താവിൻ്റെ പണാർത്തിയിലും ജഡ ആർത്തിയിലും കൺമോഹത്തിലും പെട്ട് ആ കുരുക്കിലായിട്ട് കിടക്കുകയാണ്. അവിടെ ഇത് വ്യാപരിക്കത്തില്ല. മാമോദീസായിലൊരു ശക്തിയാണ് ലഭിച്ചിരിക്കുന്നത്, അല്ലേ? സ്വർഗത്തിലെ സകല
ആത്മീക അനുഗ്രഹത്താലും. വാക്യം പറയാമോ? എഫേസ്യർ 1:3. ഇനി 1 കോരിന്ത്യർ 1:7 കൂടെ വായിക്കും. അത് രണ്ടും ചേർത്ത് വായിക്കണം. 1 കോരിന്ത്യർ 1:7 എന്താണ്? 1 കോരിന്ത്യർ 1:7 എടുത്തേ. എഫേസ്യർ 1:3 പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുയേശുവിൽ സകല ആത്മീക അനുഗ്രഹത്താലും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിനും കുറവില്ലാത്തവരായി. അത് 1 കോരിന്ത്യർ 1:7 പറയുന്നുണ്ട്. വായിച്ചോളൂ. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. ഒന്നിലും കുറവില്ല. അങ്ങനെ കുറവില്ലാതെ നമുക്ക് കൃത്യമായി കർത്താവ് നമ്മുടെ ഭൗതിക കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും എല്ലാം നമ്മുടെ മുമ്പിൽ കൊണ്ടുതരും. അതിന് മുമ്പുള്ള വാക്യം കൂടെ വായിച്ചാൽ നല്ലൊരു വാക്യമാണ്. അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിത്തീർന്നു. ഇതാണ് വെളിപാടെന്ന് പറയുന്നത്. ഇതാണ് വെളിപാട്. ഈ വെളിപാട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവനാണെന്ന് തോന്നും. അങ്ങനെയുള്ളവന് മാത്രമേ ശത്രുവിനെ സ്നേഹിക്കാനും അവൻ്റെ പിടിച്ചുമ്മ കൊടുക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അവനെ ദ്രോഹിയെന്ന് ശത്രുവെന്നേ വിളിക്കത്തുള്ളൂ. അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. യേശുവിൻ്റെ പരിജ്ഞാനത്തിൽ സമ്പന്നരായി തീർന്നു എന്ന്. അങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഇനി തിരിച്ചു വരാം 13-ാം അധ്യായത്തിലേക്ക്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് പറയുവാണ്, താൻ എന്താണെന്ന് താൻ മനസ്സിലാക്കിയിരിക്കുന്നു. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ. ഇത് കർത്താവിന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് യൂദായെ സ്നേഹിക്കുവാനും ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാനും താൻ ആരാണുള്ള ബോധ്യത്തോടുകൂടി ഇരിക്കെ ഇനി അതിൻ്റെ മറ്റൊരു വശം കാണിക്കുകയാണ്. ഇപ്പോൾ താൻ ആരാണെന്നറിയാം, ദൈവിക സ്നേഹവ്യാപാരം എങ്ങനെയാണെന്നറിയാം. ഇനിയും ദൈവിക സ്നേഹവ്യാപാരത്തിൻ്റെ മറ്റൊരു വശം കാണിക്കുകയാണ്. അതെന്താണ്? അങ്ങനെ അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു കാൽകളിൽ ശുശ്രൂഷ നടത്തുമ്പോൾ ഈ പാട്ട് പാടാറുണ്ടല്ലേ? കേട്ടുണ്ടോ? താണഖിലേശ തവ നില താഴ്ത്തി കാഴുകി മൺമയരെ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. ഈ പാട്ട് പാടിക്കൊണ്ടാണ് ഈ കാലുകൾ ശുശ്രൂഷ നിർത്തുന്നത്. താൻ അഖിലേശ തവ നില താഴ്ത്തി. അതുകൊണ്ടാണ് 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, താൻ എന്താണത് താൻ അറിഞ്ഞിരിക്കെ ആ നില താഴ്ത്തി. ജനനത്തിൽ തന്നെ താഴ്ത്തി നിർത്തിയിരുന്നു അല്ലേ? ജനനത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ജഡം എടുക്കുവാൻ അനുയോജ്യമല്ലാത്തവൻ അത് യോജ്യമാക്കി തീർന്നു. നമ്മൾ പഠിച്ചതാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂസിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഫിലിപ്പിയർ 2:5 മുതൽ താഴെയുള്ള ഭാഗങ്ങളാണ്. ജനനത്തിൽ തന്നെ വലിയ താഴാഴ്മ, പൗരോഹിത്യത്തിൽ താഴാഴ്മ. പൗരോഹിത്യത്തിലെ താഴാഴ്മ എങ്ങനെയാണ് നമ്മൾ അടയാളമായി കാണിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്, നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. കഴിഞ്ഞ നോമ്പിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു അടയാളം നമ്മൾ ഗോകുൽത്തായിൽ കാണിക്കുന്നുണ്ട്. എന്താണ് ഗോകുൽത്തായിൽ കാണിക്കുന്നത്? മറന്നുപോയോ? കുരിശിൽ ഇടുന്ന ഊറാറ ഇങ്ങനെ ക്രോസ് ഊറാറയാണ് അല്ലേ? ക്രോസ് ഊറാറ എന്ന് പറഞ്ഞാൽ പൗരോഹിത്യത്തിലെ, അതായത് കർമാനുഷ്ഠിത പൗരോഹിത്യത്തിലെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇതെല്ലാം കൂടെ കേട്ട് നിങ്ങൾ തല കറങ്ങണ്ട. അതായത് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള പൗരോഹിത്യമുണ്ട്, അത് മാമോദീസായിൽ അല്ലേ?
ഒരു പൗരോഹിത്യ നൽവരം എല്ലാവരിലും ഉണ്ട്. എന്നാൽ കർമാനുഷ്ഠിത പൗരോഹിത്യമുണ്ട്. ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയുള്ള പൗരോഹിത്യം. അത് കർത്താവ് ശിഷ്യന്മാർക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. മാതാവിന് പോലും കൊടുത്തില്ല. മാതാവിന് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ ശിഷ്യന്മാർക്ക് മാത്രം കൊടുത്തിട്ടുള്ള ആ കർമാനുഷ്ഠിത പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും താഴ്ന്ന സ്റ്റെപ്പാണ് കോറൂയോ എന്നുള്ള രീതിയിൽ നമ്മൾ ആ പൗരോഹിത്യത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ പട്ടം ഏതാണെന്ന് അറിയാമോ? ആദ്യത്തെ പട്ടം നിങ്ങൾക്കെല്ലാം കിട്ടിയ പട്ടത്തിൻ്റെ ഒരു പേരുണ്ട്. എന്താണത്? മാമോദിസ എന്ന് പറയുന്നത് ശുശ്രൂഷ. കോറൂയോ എന്ന് പറയുന്ന പോലെ അതിൻ്റെ പേരാണ്. നിങ്ങൾക്കറിയാം, പക്ഷേ ഇതാണെന്ന് അറിയത്തില്ലായിരുന്നു. പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ അതിൻ്റെ കാര്യം ചോദിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങളെപ്പോഴും കേൾക്കുന്ന വാക്കാണ്. ആദ്യത്തെ പൗരോഹിത്യ നൽവരത്തിൻ്റെ വാക്കാണത്. പക്ഷെ നമ്മളെപ്പോഴും വളരെ കാഷ്വലായിട്ട് അങ്ങ് ഉപയോഗിച്ച് അതിനെ അങ്ങ് നോർമലൈസ് ചെയ്തു. സത്യത്തിൽ ആ വാക്ക് വന്ന ഈ പൗരോഹിത്യത്തിൻ്റെ വാക്കിൽ നിന്നാണ്. പറയാമോ? അല്ലല്ല, രാജീയ പുരോഹിത വർക്കൊന്നുമല്ല. ഈ കോറൂയോ എന്ന് പറയുന്ന പോലെ ഒരു സുറിയാനി വാക്കാണത്. അറിയില്ല, കുഴപ്പമില്ല. നിങ്ങളിപ്പം കേൾക്കുമ്പോൾ വിചാരിക്കും ഇതായിരുന്നു എന്ന് വിചാരിക്കും. ഇത് വന്നത് ഇങ്ങനെയാണ്. അതിന് പറയുന്നത് ഒൽമോയോ എന്നാണ്. ഒൽമോയോ. നിങ്ങൾ അൽമായെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ, ഒൽമോയോ. അത് മാമോദിസയിൽ നമുക്ക് ലഭിക്കുന്ന പൗരോഹിത്യ പട്ട നൽവരമാണ് ഒൽമോയോ. ഒൽമോയോ അതാ മൂറോൻ അഭിഷേകത്തിലൂടെയും മാമോദിസയിൽ കൂടെയും എല്ലാവർക്കും ലഭിക്കുന്ന പൗരോഹിത്യ നൽവരത്തിൻ്റെ ആദ്യത്തെ പേരാണ്. പക്ഷേ ഇത് കർമാനുഷ്ഠിത പൗരോഹിത്യമല്ല. രാജകീയ പുരോഹിത വർഗത്തിലേക്ക്, കർത്താവിൻ്റെ പൗരോഹിത്യ വർഗത്തിലേക്ക്, ആ കുടുംബത്തിലേക്ക്, സ്വർഗീയ കുടുംബത്തിൽ എല്ലാവരും പുരോഹിതരാണ്, ആ വർഗത്തിലുള്ളവരാണ്. എന്നാൽ വാനവ ബലിയിലും ഈ ഭൂമിയിൽ നമ്മൾ അന്ത്യത്താഴവും അനുഷ്ഠിക്കുവാൻ വേണ്ടി ശിഷ്യന്മാർക്ക് പ്രത്യേക നൽവരം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചിരിക്കുന്ന ആ പൗരോഹിത്യ നൽവരം കർമാനുഷ്ഠിതമായ ഒരു പൗരോഹിത്യമാണ്. ഇനി ഒൽമോയെ കഴിഞ്ഞിട്ടുള്ള അടുത്ത പൗരോഹിത്യ നൽവരത്തിൻ്റെ പേരാണ്, അത് നിങ്ങൾക്ക് അറിയുവാൻ സാധ്യതയില്ല. അതിനാണ് മൊമ്യോനോ എന്ന് പറയും. മൊമ്യോനോ രണ്ടാമത്തെ പട്ടത്തിൻ്റെ പേരാണ് മൊമ്യോനോ. ആകെ എത്ര പട്ടങ്ങളാണുള്ളത്? 7 എണ്ണമാണുള്ളത്. അതിൽ ആദ്യത്തെ പട്ടമാണ് ഒൽമോയോ. അത് നിങ്ങളെല്ലാവരും ഒൽമോയോ കാറ്റഗറിയിലുള്ളവരാണ്. ഇനി മൊമ്യോനോ എന്ന് പറയുന്ന ഒരു ഗണമുണ്ട്. അതായത് ശുശ്രൂഷക്കാർക്ക് പട്ടം കൊടുക്കത്തില്ലേ? അതൊരു ഓർഡിനേഷനാണ്. ചെറിയൊരു പട്ടം കൊടുത്ത ശുശ്രൂഷയാണത്, അല്ലേ? കുഞ്ഞുങ്ങളെ മധുവായി കയറ്റി ബലിപീഠത്തിനടുത്ത ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ വേണ്ടിയും പുരോഹിതന്മാരെ സഹായിക്കുവാൻ വേണ്ടിയും കൊടുക്കുന്ന പട്ടത്ത് നൽവരത്തിൻ്റെ പേരാണ് മൊമ്യോനോ. ഇനി മൂന്നാമതൊരു പൗരോഹിത്യ നൽവരമാണ് സമറോനോ. സമറോനോ സംഗീതക്കാർ, വാദ്യോപകരണങ്ങൾ വായിക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊരു പട്ടമുണ്ട്, അവർക്കൊരു ഓർഡിനേഷനുണ്ട്. നമ്മുടെ സഭയിലൊന്നും അതൊന്നും ചെയ്യുന്നില്ല. കാരണം കൊയർ പാടുന്നത് ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു ബിസിനസ് പോലായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർ ചെയ്യുന്ന ശുശ്രൂഷ എന്താണെന്ന് അവർക്ക് അറിഞ്ഞുപോലും കൂടാ. കൊയർ പാടുന്നവർ അവർക്ക് തോന്നുന്ന പോലെ പാടുക, ജനത്തെയും പുരോഹിതനെയും തമ്മിൽ ഒരുമിപ്പിച്ച് ജനത്തിൻ്റെ ആരാധനാ ശബ്ദ ഉച്ചത്തിൽ ആരവത്തോടെ കേൾക്കത്തക്കണം. അങ്ങനെയല്ലേ ആരാധന നടത്തേണ്ടത്? പെരുവെള്ളത്തിൻ്റെ ഒച്ച പോലെയും പുരുഷാരത്തിൻ്റെ ഒച്ച എങ്ങനെയാണ്? പുരുഷാരത്തിൻ്റെ വലിയ ഒച്ച പോലെയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിലുണ്ട്. ആരാധന പുരുഷാരത്തിൻ്റെ വലിയ ഒച്ച പോലെ. അപ്പോൾ പുരുഷാരത്തിൻ്റെ, ജനങ്ങളുടെ ശബ്ദമാണ് ആരാധനയിൽ ഏറ്റവും മുഴുവൻ കേൾക്കേണ്ടത്. പക്ഷെ പലപ്പോഴും ഒരാളുടെ ശബ്ദമോ അല്ലെങ്കിൽ ആ കൊയറിൻ്റെ മാത്രം ശബ്ദമാണ് കേൾക്കുന്നത്. പിന്നെ നമ്മുടെ ആരാധനക്കാർക്ക് ഒരു ഗുണവും കൂടെ ഉണ്ട്. കൊയർ പാടുന്നെങ്കിൽ പിന്നെ നമ്മൾ വായടച്ച് നിന്നോളും. കഴിഞ്ഞ ശനിയാഴ്ച വിശുദ്ധ കുർബാന ഇല്ലപ്പോൾ ഞാനത് കുർബാന കഴിഞ്ഞ് പറയേണ്ടി വന്നില്ലേ? നിങ്ങളെല്ലാം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഞായറാഴ്ച ആയിരുന്നോ? കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെയാണ് വിശുദ്ധ കുർബാന ഇല്ലത്. അത്രയും ജനം നിൽക്കുകയാണ്, പള്ളി നിറച്ച ആൾ നിൽക്കുകയാണ്. അതിനകത്ത് ഒത്ത ഒരു റെസ്പോൺസ് അല്ല വരുന്നത്. അത് നാം അട്ടഹസിച്ച് പറയണമെന്നൊക്കെ പറയുമ്പോൾ ഒരുമാതിരി മർമറിങ്ങാണ്. എന്നാൽ സൈലൻ്റായിട്ട് നിൽക്കേണ്ട സമയത്ത് ഭയങ്കര വർത്തമാനം. അതാണ് വേറെ വിരോധാഭാസം.
മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ അന്നേരം തന്നെ എന്തെങ്കിലും വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. അതേസമയം നാം അട്ടഹസിച്ച് പറയണം എന്ന് പറയുമ്പോൾ ഒരുമാതിരി പിന്നെ ചെവി വർത്തമാനം പറയുന്ന പോലെ പറഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ. അതാ ആനന്ദം. ഞാൻ പറഞ്ഞില്ലേ, ദൈവമഹത്വത്തിൻ്റെ ഫോഴ്സ് നമ്മുടെ ആത്മാവിൽ പതിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ വരത്തുള്ളൂ. ആ വെയിറ്റ്, മഹത്വം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ആരാധിക്കുന്നതിൻ്റെ ശബ്ദമൊന്നും നോക്കത്തേ ഇല്ല. എന്നോട് ജോൺ സാർ ഒന്ന് ഇടയ്ക്ക് വന്ന് പറയാറുണ്ട്, അച്ഛാ എൻ്റെ ശബ്ദം കൂടുതലാണ് അതുകൊണ്ടിരിക്കുന്നു. കുടിക്കോട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ അന്നേരം അത് ആത്മാവിൽ ആരാധിക്കുമ്പോൾ എന്ന് കണ്ട് മറ്റുള്ളവരുടെ ആരാധന സ്വാതന്ത്ര്യത്തെയോ ഭംഗിയോ നശിപ്പിച്ച് കളയരുത് എന്നുള്ള ബോധ്യം സ്വയമായിട്ടുണ്ടാകുകയും വേണം. പക്ഷെ മിണ്ടാതെ നിൽക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഉള്ള ശബ്ദത്തിൽ നമ്മൾ ഉറച്ച് കർത്താവിനെ ആരാധിക്കുന്നത്. എൻ്റെ ശബ്ദത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചു, എൻ്റെ ശബ്ദത്തിൽ ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു എന്നല്ലാതെ യേശുദാസിൻ്റെ ശബ്ദത്തിൽ വിളിച്ചെന്നോ ചിത്രയുടെ ശബ്ദത്തിൽ പാടിയതോ എന്നൊന്നുമല്ല. എൻ്റെ ശബ്ദത്തിൽ അങ്ങ് ഉറച്ച് നല്ലതായിട്ട്. അപ്പോൾ പുരുഷാരത്തിൻ്റെ ഒച്ചയാണ് കേൾക്കേണ്ടത്. ഇപ്പോൾ സൊമറോനോ എന്ന് പറയുന്ന ടീം അവരെ ആ രീതിയിൽ പുരുഷാരത്തെ പാടിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മളുടെ കൊയറുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യം അവർ തന്നെ നിന്ന് പെർഫോമൻസ് നടത്തുകയാണ്. ആർക്കും പാടാനും പറ്റുന്നില്ല, അവരോടൊത്ത് ചേർന്ന് പോകാനും പറ്റുന്നില്ല. അവർക്കാണെങ്കിൽ ജനങ്ങൾ പാടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ബോധ്യവും ഇല്ല. അതൊന്നും അവരുടെ വിഷയമല്ല. അവർക്ക് നല്ല ഭംഗിയായിട്ട് പെർഫോം ചെയ്യണം, അതല്ല ആരാധന. അതിനുവേണ്ടിയുള്ളതേ അല്ല ആരാധന. പെർഫോമൻസ് എന്ന് പറഞ്ഞ സാധനമേ ഇതിനകത്തില്ല. അത് അച്ഛന്മാർക്കും ഉണ്ട്, അസുഖക്കേടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് ഹൂത്തോമയൊക്കെ ഇപ്പോൾ ഒരു പെർഫോമൻസായിട്ട് മാറിയിരിക്കുകയാണ്. നല്ല വൃത്തിയുള്ള ആരാധനാപരമായ ട്യൂണുകൾ വിശുദ്ധ പിതാക്കന്മാർ തന്നിട്ടുള്ളത് ആത്മീയമായി നിന്നുകൊണ്ടങ്ങ് പാടിയാൽ അതിനൊരു അനുഗ്രഹമാണ്. ഒരുപാട് അഭ്യാസങ്ങൾ പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് കേട്ട അച്ഛന്മാരൊക്കെ പിണങ്ങും എന്നോട്, എന്നാലും സാരമില്ല, പറയാതിരിക്കാൻ വയ്യ. പ്രകടനങ്ങളായി മാറുകയാണ്. ആത്മാവിലുള്ള ആരാധന കേട്ടാൽ അപ്പം അറിയാം. പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പോൾ മൂന്നാമത്തെ ഗണമാണ് സമറോനോ, പാട്ടുകാരാണത്. ദാവീദ് യെരുശലേം ദേവാലയത്തിൽ ഇങ്ങനെ ഒരു ഗണത്തെ തന്നെ ക്രമീകരിച്ചിരുന്നു. അതിൻ്റെ ഒരു മോഡലിലാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത്. ഈ ദേവാലയം യെരുശലേം ദേവാലയത്തിൻ്റെ മോഡലാണ്. യെരുശലേം ദേവാലയം എന്തിൻ്റെ മോഡലായിരുന്നു? സമാഗമന കൂടാരത്തിൻ്റെ മോഡലായിരുന്നു. സമാഗമന കൂടാരം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആരാണ് പറഞ്ഞു കൊടുത്തത്? ദൈവം മോശയോട് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ആ മോഡലിലാണ്. അപ്പോൾ അത് എടുത്തം കളയുമല്ല, അതിൻ്റെ പൂർത്തീകരണം കർത്താവായ യേശുക്രിസ്തുവിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് അതിനെ മാതൃകയാക്കി, എന്നാൽ ക്രിസ്തുയേശുവിൽ ഒരു ആരാധനാലയത്തിൻ്റെ തീർപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ദേവാലയം പണിയുന്നത്. അപ്പോൾ മൂന്നാമത്തെ കാറ്റഗറി സമറോനോ. നാലാമത്തെ തൊട്ടാണ് കർമാനുഷ്ഠിത പൗരോഹിത്യത്തിൻ്റെ ആദ്യപടി തുടങ്ങുന്നത്. പൗരോഹിത്യത്തിൻ്റെന്നേ പറയാൻ പറ്റത്തുള്ളൂ, എന്നാലും പൂർണ്ണ പൗരോഹിത്യം ആകുന്നില്ല. അവരെ പറയുന്ന പേരാണ് കോറൂയോ. ഇതിന് മുമ്പുള്ളവർക്കും വേഷങ്ങളുണ്ട് കേട്ടോ, വേഷങ്ങളുണ്ട്. ഒൽമോയോക്കാർക്ക് വരെ, ഒൽമോയോ പട്ടം കുടയ്ക്കും പള്ളിയിൽ വരാൻ പ്രത്യേകമായ വേഷം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പതിയെ പതിയെ അന്യവൽക്കരിക്കപ്പെട്ട് നിന്നുപോയി. എന്നാലും നമ്മുടെ അമ്മച്ചിമാരൊക്കെ കുറച്ചൊക്കെ അതിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ അടയാളമായിട്ട് അവർ കാത്തു സൂക്ഷിച്ചിരുന്നു ഈ പാരമ്പര്യം. എന്താണ്? പള്ളിയിൽ പോകുവാൻ മാത്രമായിട്ടൊരു വേഷം. അത് വെള്ളവേഷവുമായിരിക്കും. ആ വേഷം വേറെ ഒന്നിനും എടുക്കത്തുമില്ല. പള്ളിയിൽ വരും, പോകും. എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോടെ ഇടുമെന്ന് തോന്നുന്നു. അത് മടക്കി വയ്ക്കും, ഉണക്കിയിട്ട് അതങ്ങനെ മടക്കി വയ്ക്കും. 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും എടുത്ത് നനയ്ക്കും. അത് അതിന് മാത്രമായിട്ട് അലക്കി വയ്ക്കും. അത് പള്ളിയിൽ മാത്രമേ അത് ഇടത്തുള്ളൂ. ആ വേഷത്തിന് തന്നെ ഒരു ശക്തി ഉണ്ടാകും നേരം. അന്നൊക്കെ ആ വേഷം ഇട്ടായിരുന്നിരിക്കണം, ഞാൻ തോന്നുന്നു, എനിക്കറിയത്തില്ല, അവരെ അടക്കിയിരുന്നത്. വെള്ളവസ്ത്രം ഇട്ടായിരുന്നു പണ്ട് അടക്കിയിരുന്നത്. വെള്ളം മുണ്ടിട്ട് അപ്പച്ചന്മാരെ പുതപ്പിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു അവരാ ദേവാലയത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മുണ്ടായിരുന്നിരിക്കണം. അന്ന് ഈ പുതിയ മുണ്ട് വാങ്ങിക്കുന്ന പരിപാടിയൊന്നുമില്ലല്ലോ. ഇന്നല്ലേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ പോയി കടയിൽ പോയി പുതിയ മുണ്ടും ഇതുമൊക്കെ വാങ്ങിക്കും. അന്ന് പൈസയില്ല. അപ്പോൾ ഏതായിരിക്കണം അവരെടുത്തിരുന്നത്? ഞാൻ ഊഹിക്കുകയാണ്, ഇതായിരിക്കണം, തീർച്ചയായിട്ടും ഇതായിരിക്കും. പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന വേഷം.
ശുശ്രൂഷക്കാരായ കുഞ്ഞുങ്ങൾ മരിച്ചു പോയാൽ, കുഞ്ഞുങ്ങളായാലും പ്രായമായാലും മരിച്ചു പോയാൽ, ഇന്ന് ആരും ചെയ്യുന്നില്ലത്. അവരെ ശുശ്രൂഷക്കുപ്പായിട്ടാണ് അടക്കേണ്ടത്. ആരാണത് ചെയ്യുന്നത്? എന്തുകൊണ്ടാണെന്നറിയാമോ? മധുബയിൽ ഒരു കയറും, ഒരു 15 വയസ്സാകുമ്പോഴോ അല്ലെങ്കിൽ 12 വയസ്സാകുമ്പോഴോ കയറും. കോളേജിൽ ചെല്ലുമ്പോൾ ഇതിനുള്ള താല്പര്യം അങ്ങ് പോകും. പിന്നെ താഴെ നിന്ന് തുടങ്ങും, പിന്നെ പള്ളി കയറാതാവും. പിന്നെ ഇതിൻ്റെ വില, മൂല്യം ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ ഈ ശുശ്രൂഷക്കുപ്പായം പാതകം തുടയ്ക്കാൻ എടുത്ത് കളയും. കൂദാശ ചെയ്ത്, പിന്നെ ത്രോണോസിൽ വെച്ച് കൂദാശ ചെയ്ത് ശുശ്രൂഷിച്ച കുപ്പായം പല പള്ളികളിലും ചെന്ന് നോക്കിയാൽ ശുശ്രൂഷക്കുപ്പായം വീട്ടിലല്ല, സൈഡ് മുറിയിൽ, മദ്ബായുടെ സൈഡ് മുറിയിൽ അഴുക്ക് പിടിച്ച് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. എന്നിട്ട് അതാണ് പിന്നെ എടുത്ത് അവിടുത്തെ എല്ലാം തുടയ്ക്കുന്നത്. അങ്ങനെയുണ്ട്. ശുശ്രൂഷക്കുപ്പായം അഴുക്കായാൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്നറിയാമോ? തീജ്വാല ശുശ്രൂഷയെ കത്തിച്ച് കളഞ്ഞേക്കണത്. ഏത് കൗദാശികരമായ മെറ്റീരിയൽസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ തീജ്വാല ശുശ്രൂഷയ്ക്ക് കൊണ്ട് കത്തിച്ച് കളഞ്ഞേക്കണം. അല്ലാതെ അവിടെ ഇട്ട് പിന്നെ അത് അടുത്ത ഐറ്റത്തിന് ഉപയോഗിക്കുമല്ലോ. അത് നിങ്ങളുടെ സാധാരണ തുണികൾ, ഉടുപ്പഴുക്കായി നിങ്ങൾ പാതകം തൂക്കാൻ എടുത്തോ, തറ തൂക്കാൻ എടുത്തോ, ശുശ്രൂഷക്കുപ്പായാണോ എടുക്കുന്നത്? അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സഭയുടെ ഉന്നതിക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് റൂഷ്മ ചെയ്ത് ശുദ്ധീകരിക്കപ്പെട്ട വസ്ത്രമാണ്. ഉണ്മയിലൊന്നാം തൃത്വത്തിൻ സ്തുതി മഹിമാവിനുന്നതിയും തൻ തിരുസഭയുടെ ശാന്തിക്കും നന്മയ്ക്കും സംഗതിയാക്കാം എന്ന് ഗീതമായി ചൊല്ലിക്കൊണ്ട് ത്രോണോസിൻ്റെ മുമ്പാകെ ധൂവുകുറ്റി വീശി ആഘോഷിച്ച് വിശുദ്ധീകരിച്ചെടുത്ത ആ ശുശ്രൂഷ കുപ്പായം ആരാധനയിൽ ഉപയോഗിച്ച് അതിൽ തന്നെ ഒരു ശക്തി കയറും. വേദോത്സവം വായിച്ച് അതിൽ തന്നെ ശക്തി കയറുന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ വസ്ത്രത്തിലും ആ ശക്തിയുണ്ട്. എന്തിനാണ് കാപ്പായിൽ മുത്തുന്നത്? ഈ ശക്തി വ്യാപാരം അതിൽ വിശ്വസിച്ചുകൊണ്ടാണ് മുത്തേണ്ടത്, അല്ലാതെ അച്ഛനെ ബഹുമാനിക്കുന്നതല്ലത്. കർത്താവിൻ്റെ തിരുശരീരക്തങ്ങളെ ആഘോഷിക്കുവാൻ മാത്രം എടുക്കുന്ന വസ്ത്രമാകിയാൽ അതിൽ പ്രത്യേകമായ ശക്തി വ്യാപാരം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ മുത്തുന്നു. പത്രോസിൻ്റെ നിഴലിൽ വരെ ശക്തിയായിരുന്നു, അല്ലേ? അതാണ് ഏലിയാവിൻ്റെ പുതപ്പിനൊരു ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏലീശ അത് മാത്രം വേണമെന്ന് പറഞ്ഞത്. ഞാൻ ആ പുതപ്പ് താഴേക്ക് ഇട്ട് തരാം. ഏലീശ അതെടുത്ത് അടിച്ചപ്പോൾ യോർദാൻ നദി വീണ്ടും രണ്ടായിപ്പോയി. പുതപ്പിന് ശക്തിയുണ്ട്, നിഴലിന് ശക്തിയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആരാധനപരമായ കാര്യങ്ങൾ ആരാധനയിൽ വിശുദ്ധിയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്താൽ അതിനൊരു ശക്തി വ്യാപാരം അതിൽ തന്നെ കടന്നു വരും. കുരിശെടുത്ത് ആഘോഷിക്കുകയും കുരിശെടുത്ത് ത്രോണോസിൽ വെക്കുകയും ചെയ്യുമ്പോൾ എല്ലാ ത്രോണോസിലും ഒരു മരക്കുരിശ് നിർബന്ധമാണ്. ഒരു മരക്കുരിശ്. ചില പള്ളികളിൽ എനിക്കറിയാൻ വയ്യ, ചില അച്ഛന്മാർക്ക് അത് അറിയാൻ വയ്യാന്ന് തോന്നുന്നു. അതായത് നമ്മൾ കഷ്ടാനുവാഴ്ച കഴിഞ്ഞ് ആഘോഷിക്കുന്ന ആ കുരിശ് അത് തടിക്കുരിശായിരിക്കും. തടിക്കുരിശേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ഗോകുൽത്തായിൽ 40 ദിവസം വയ്ക്കും. സ്വർഗാരോഹണ ശുശ്രൂഷ കഴിഞ്ഞ് പിന്നെ അത് എടുത്ത് എവിടെയാണ് വെക്കേണ്ടത്? ത്രോണോസിലാണ് വയ്ക്കേണ്ടത്. ത്രോണോസിൻ്റെ നടുക്ക് അത് ഉണ്ടായിരിക്കണം. അത് എത്ര അതിൽ ചൊറുക്കായൊക്കെ പിടിച്ച് കറയും അഴുക്കമൊക്കെ കാണും. അഴുക്കെന്ന് പറഞ്ഞാൽ ആ ചൊറുക്കായുടെ പഞ്ഞിയുടെ അംശങ്ങളെല്ലാം കാണും. അതങ്ങനെ വെക്കണം. അത് കഴുകാനൊന്നും പാടില്ല. കാരണം അതിലെല്ലാം ശക്തി വ്യാപാരങ്ങളുണ്ട്. അതുകൊണ്ടാണ്. എന്നാൽ ചില പള്ളികളിൽ അത് അവിടെ കണ്ടിട്ടില്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട്. ത്രോണോസിൽ വെക്കത്തില്ല. അതെടുത്ത് സൈഡ് മുറിയിൽ പിന്നെ അടുത്ത കഷ്ടാനുവാഴ്ചയ്ക്ക് പാതിനോമ്പിനെ എടുക്കത്തുള്ളൂ. അത് അലമാരിപ്പുറത്ത് പിന്നെ എന്തായാലും പറയുന്നത് ഒരു അലമാരി ഉണ്ടല്ലോ, നമ്മളിങ്ങനെ തുറക്കുന്ന ഒരു അലമാരി, ഷെൽഫെന്നല്ല, അതിനൊരു പേരുണ്ടല്ലോ, ഈ സ്റ്റീൽ അലമാരി ഉണ്ടല്ലോ, ഇങ്ങനെ വാർഡ്രോബ് പോലൊരു സാധനം ഉണ്ടല്ലോ, എല്ലാ പള്ളിയിലും കാണും. അതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നത് കാണാം. അവിടെ വയ്ക്കാനുള്ളതല്ലത്. ഇത് ശക്തി വ്യാപാരമുള്ള കുരിശാണ്. എന്തിനാണ് പിന്നെ സ്വർഗാരോഹണം കഴിഞ്ഞെടുത്ത് ത്രോണോസിൽ വയ്ക്കുന്നത് അറിയാമോ? ഇതിനെല്ലാം ഓരോ സിംബോളിക് മീനിങ് ഉണ്ട്. സിംബോളിക് അല്ല, അതിൻ്റെ പൊരുളായിട്ട് തന്നെ അതിന് അർത്ഥമുണ്ട്. എന്തിനാണ് സ്വർഗാരോഹണം കഴിഞ്ഞെടുത്ത് ത്രോണോസിൽ വയ്ക്കുന്നത്? അത് അലമാരിപ്പുറത്താണോ വയ്ക്കേണ്ടത്? എന്തിനാണ് ഇത് ത്രോണോസ് വയ്ക്കുന്നത്? വിശ്വാസ പ്രമാണത്തിൽ എന്താണ് പറയുന്നത്? കഷ്ടം അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി
അതാണ് സ്വർഗാരോഹണ ശുശ്രൂഷയും നടത്തുന്നത്. സ്വർഗത്തിലേക്ക് കയറി എന്നുള്ളതിൻ്റെ ആഘോഷമായിട്ടാണ് നമ്മൾ സ്വർഗാരോഹണ ശുശ്രൂഷ നടത്തുന്നത്. പിന്നെന്താണ് കർത്താവ് ചെയ്തത്? തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്ത് ചെന്നിരുന്നു. അതായത് ബലിപീഠത്തിൽ ആണ് ഇനി. ത്രോണോസ് സ്വർഗമാണ്, കർത്താവിൻ്റെ ഇരിപ്പിടമാണ്. അവിടെ കൊണ്ടുവയ്ക്കുകയാണ് പിന്നത്, അല്ലാതെ അലമാരയുടെ പുറത്തല്ല കൊണ്ടുവയ്ക്കുന്നത്. പല പള്ളികളും ഞാൻ കണ്ടിട്ടുണ്ടത്. അതറിയാൻ വയ്യാത്തതാണോ, അജ്ഞതയാണോ, വേണ്ടാന്ന് വെച്ചിട്ടാണോ, ഒന്നും അറിയത്തില്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറഞ്ഞപ്പോഴേ ഇതിലേക്ക് പോയത്? കോറുയോ അല്ലേ? കോറുയോ ശുശ്രൂഷക്കാരുടെ കാര്യം പറഞ്ഞു. ശുശ്രൂഷാ പട്ടം, ബലിപീഠത്തിൻ്റെ ചേർന്നുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നതിൻ്റെ പട്ടമാണ് കോറുയോ. ഇപ്പം എത്ര എണ്ണം പറഞ്ഞു? 4 എണ്ണം പറഞ്ഞു. അടുത്തതാണ്, അപ്പോൾ ഈ കോറുയക്കാരിടുന്ന രീതിയാണ് ഈ ക്രോസ്. അത് പറയാൻ എത്രയും പറഞ്ഞത്. ക്രോസ് രീതിയിൽ അവരുടെ ഊറാറ അനുസരിച്ചാണ്. ഇനിയുമാണ് കർമാനുഷ്ഠിത പൗരോഹിത്യത്തിലാണ് ഈ ഊറാറ കൊടുക്കുന്നത്. ഊറാറ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലയോ? ഇതുവരെ ആ സംഗതി കൊടുക്കത്തില്ല. ഒരു വേഷം മാത്രമേ കൊടുക്കത്തുള്ളൂ, ഒരു വെള്ള വേഷം. സോമോറക്കാർക്ക് വേഷമുണ്ട്. അവർക്കിങ്ങനെ ഇങ്ങനെ നിങ്ങൾ റഷ്യൻ ഓർത്തഡോക്സിലെയോ അല്ലെങ്കിൽ ഗ്രീക്ക് ഓർത്തഡോക്സിലെയോ ദേവാലയങ്ങളിലെ കൊയറുകൾ എങ്ങനെയാണെന്ന് നിങ്ങൾ യൂട്യൂബിൽ വല്ലതും നോക്കിയാൽ മതി. ആരാധനയിലെ പെർഫോമൻസ് നോക്കരുത്, ഇപ്പോൾ ഔട്ട്സൈഡ് പെർഫോമൻസ് ഒന്നും നോക്കരുത്. ആരാധനയെ പെർഫോമൻസ് നോക്കിയാൽ അവർക്കൊരു പ്രത്യേക ഒരു കുപ്പായമുണ്ട്. അത് നല്ല രസമാണ്. അവർക്ക് ഏത് വേഷം ധരിച്ച് പള്ളിയിൽ വരാം. പക്ഷേ പള്ളിയിൽ വന്ന് കൊയറിൽ നിൽക്കുവാണെങ്കിൽ ആ സൊമറോനക്കാർക്ക് അവർക്ക് പട്ടം കൊടുത്താണ് അവരെ അത് നിർത്തിയിരിക്കുന്നത്. റഷ്യൻ ഓർത്തഡോക്സ് ആരാധനയിലും ഗ്രീക്ക് ഓർത്തഡോക്സ് ആരാധനയിലും കൊയറില്ലെങ്കിൽ ആരാധന നടക്കില്ല. എന്ന് പറഞ്ഞാൽ ധൂപക്കുറ്റി പോലെ അവിഭാജ്യമായ ഒരു ഘടകമാണ് അവരുടെ കൊയർ. പക്ഷേ അവരുടെ കൊയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊയർ പോലത്തെ പെർഫോമൻസ് അല്ല. അവർ ജനങ്ങളുടെ ഇടയിലാണ്. ജനം ഏതാണ് അവരേതാണെന്ന് അറിയത്തുപോലുമില്ല. അങ്ങനെയാണ് അവർ ആരാധിക്കുന്നത്. ഇത് ആരവമായിട്ടേ കേൾക്കത്തുള്ളൂ. ഞാൻ അങ്ങനത്തെ ആരാധനയെ സംബന്ധിച്ചിട്ടുണ്ട്. ആരവമായിട്ടേ കേൾക്കത്തുള്ളൂ. ആരുടെയും ശബ്ദം മുഴച്ചു നിൽക്കത്തില്ല. പുരോഹിതൻ്റെ ചീഫ് സെലിബ്രൻ്റ് അല്ലാതെ ഒരു മനുഷ്യൻ്റെ, പിന്നെ ഇടയ്ക്ക് എക്സോർട്ടേഷൻ നൽകുന്ന ശുശ്രൂഷക്കാരൻ്റെയും ശബ്ദമല്ലാതെ, അതും ആ സമയത്ത് മാത്രം. അത് ഒച്ചയായിട്ട് ഒരു സിംഗിൾ വോയിസ് കേൾക്കില്ല. നമ്മുടെ അങ്ങനെയാണോ? ഏതെങ്കിലും ഓൺലൈൻ സർവീസ് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരെണ്ണം വൃത്തിയായിട്ട് കേൾക്കാൻ കൊള്ളാമോ? കാരണം എന്താണെന്നറിയാമോ? ഈ ജനത്തിൻ്റെ ശബ്ദം ഉണ്ടെങ്കിലും ഈ ഓൺലൈൻ സർവീസിൽ ഇത് ഡയറക്റ്റ് കൊടുത്തേക്കുവാണ് അതിലോട്ട്. അപ്പോൾ ഈ ശുശ്രൂഷക്കാരൻ്റെ അച്ഛൻ്റെയും സ്വരം മാത്രമേ കേൾക്കത്തുള്ളൂ. ജനം പാടുന്നുണ്ടായിരിക്കും, പക്ഷേ റെക്കോർഡ് ചെയ്യുന്നത് അത് രണ്ടും മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഇത് വലിയ അരോചകമാണ് കേൾക്കുവാൻ. പക്ഷെ ഇത്രയും നാൾ കേട്ടിട്ടും പലയിടത്തും അത് മാറ്റുന്നുമില്ല. അതാണ് രസം. ഞാൻ പലയിടത്തും ചെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സഭയിലെ വലിയ വലിയ പ്രസ്ഥാനങ്ങളിൽ നടത്തുന്ന ഓൺലൈൻ ശുശ്രൂഷകളുടെ ആരാധനയിൽ ഈ ഒരു പ്രശ്നമുണ്ട്. ഒരു അരോചകം അത് കേൾക്കാൻ. ലോകം മുഴുവൻ കേൾക്കുന്നതാണ്. ഇതെന്താണ് ബോധ്യമാകാത്തതെന്ന് എനിക്കറിയത്തില്ല. അതുപോട്ടെ. അപ്പോൾ സമറോനോ, അത് കഴിഞ്ഞാലുള്ള ഈ കോറോയോ. അപ്പോൾ ഇത് കർമാനുഷ്ഠിത പൗരോഹിത്യത്തിൽ ഊറാറ വരും. അതിങ്ങനെ അതിലെ ഏറ്റവും താഴത്തെ ആണ് ഈ ക്രോസിൽ ഇങ്ങനെ ഇടുന്നത്. ആ പൗരോഹിത്യമാണ് കർത്താവ് സ്വീകരിച്ചതെന്ന് പറയാനാണ് ഇത് പറഞ്ഞത്. താഴേക്ക് വന്നു എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് ഇത്രയും. താഴേക്ക് ഇറങ്ങി വന്ന് ആ പൗരോഹിത്യത്തെ സ്വീകരിച്ചു. ഇനിയും വരുന്ന അടുത്ത പട്ടമാണ് യൗപ്പ്ദോക്യോനോ എന്ന് പറയും. യൗപ്പ്ദോക്യോനോ, നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടാവും. ആരാധനയിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് യൗപ്പ്ദോക്യോനോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വാതിൽ കാവൽക്കാരൻ എന്നാണ്. എന്താണ് വാതിൽ കാവൽക്കാരൻ? അന്ന് യെരുശലേം ദേവാലയത്തിനും ഈ വാതിൽ കാവൽക്കാരുണ്ടായിരുന്നു. അതിനായിട്ട് ആളുകളെ നിർത്തിയിരിക്കുകയാണ്. അത് ദാവീദ് ചെയ്ത ഒരു ക്രമീകരണമാണ്. വാതിൽ കാവൽക്കാർ, ഒരു എല്ലാ വാതിലും കാക്കണം. ആദിമസഭയിലെ ദേവാലയത്തിനും ഇങ്ങനെയൊരു ശുശ്രൂഷയുണ്ടായിരുന്നു. അത് അന്ന് വെച്ചിരുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഇതിന് ശേഷമുള്ള അനോഫറയിലേക്ക് പ്രവേശിക്കും. സാറ് അനോഫറയുടെ അർത്ഥം ചോദിച്ചു. ഇപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് അർത്ഥം വന്നത്. ഞാൻ പറയാം. അനോഫോറ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം യൂക്കാരിസ്റ്റ് എന്നുള്ള ഗ്രീക്ക് വാക്കിൻ്റെ ലാറ്റിൻ വാക്കാണ് അനോഫോറ. യൂക്കാരിസ്റ്റ് എന്ന് പറഞ്ഞാൽ താങ്ക്സ് ഗിവിങ് എന്നാണ് അർത്ഥം. താങ്ക്സ് ഗിവിങ് ആണ്. ഇനിയും പ്രധാന ശുശ്രൂഷ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുവരെയും വിശുദ്ധ കുർബാന തന്നെയായിരുന്നു, എന്നാൽ ദർഗായിലുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ പീഠത്തിൻ്റെ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ടുള്ള ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും നിരപ്പായി
ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഒക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെങ്കിൽ വിശ്വാസികളായ മാമോദീസ മുങ്ങിയവർക്ക് മാത്രമേ അനുവാദം ആദിമസഭയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതുവരെ എല്ലാവർക്കും കാറ്റക്കിസം എന്ന് പറയും, അതുവരെ ആർക്ക് വേണമെങ്കിലും സംബന്ധിക്കാം. അതായത് വിശ്വാസം പഠിക്കുന്നവരുണ്ട്, അത് കാറ്റക്കിസം പീപ്പിൾ, അവർ വിശ്വാസം പഠിക്കുന്നവരാണ്. ഇനിയും വിശ്വാസം പഠിച്ച് അവർ മാമോദീസ മുങ്ങിയിട്ട് വേണം വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കാൻ. അതുകൊണ്ട് വിശ്വാസ പ്രമാണം വരെ അവർക്ക് സംബന്ധിക്കാം. അതുകൊണ്ട് ഈ വാതിൽക്കാവൽക്കാരുടെ ഒരു ജോലി ഈ വിശ്വാസ പ്രമാണം വരെ സംബന്ധിച്ചിട്ടുള്ള കാറ്റക്കിസം ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ ആ സമയത്ത് പുറത്താക്കുക എന്നുള്ളതായിരുന്നു. അവർ മാറ്റിവിടും. അതിനുവേണ്ടിയാണ് ശുശ്രൂഷക്കാരൻ പടിഞ്ഞാറ് വരെ നടക്കുന്നത്. അതിനെ സിംബോളിക്കായിട്ട് കാണിക്കാനാണ്. ഇപ്പോൾ അതില്ല, ആ ക്രമീകരണമില്ല, നമ്മളങ്ങനെ ചെയ്യാറില്ല. ശുശ്രൂഷക്കാരനെ തൂവും വീശിക്കൊണ്ട് പടിഞ്ഞാറ് വരെ പോയിട്ട് തിരിച്ചു വരുന്നത് അതിനു വേണ്ടിയാണ്, അല്ലാതെ എല്ലാവരും ഉണ്ടോയെന്ന് നോക്കാനല്ല. പക്ഷെ ഇപ്പോൾ അത് നമുക്ക് ദേവാലയം മുഴുവൻ ധൂപത്തിൻ്റെ സൗരഭ്യം വീശിയിട്ട് തിരിച്ചു വരുന്നതായിട്ട് നമുക്കതിനെ കാണാം. രണ്ടാമത്തെ റീസൺ വാതിൽക്കാവൽക്കാരെ നിർത്തിയിരുന്നത് ആദിമസഭയിൽ വിശുദ്ധ കുർബാന, ആരാധന മുതലായ കാര്യങ്ങൾ നടത്തുന്നത് രഹസ്യമായിട്ടായിരുന്നു. ഇതുപോലെ പരസ്യമല്ല. നമുക്കതുകൊണ്ട് അതിൻ്റെ വേദനയും തീവ്രതയൊന്നും അറിയത്തില്ല. കാരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് ഒരാൾ മനസ്സിലാക്കിയ, ഒരാളെന്ന് പറഞ്ഞാൽ അവിടെയുള്ള റോമൻ പടയാളികളോ റോമൻ സാമ്രാജ്യമോ മനസ്സിലാക്കിയാൽ അപ്പോഴേ തലവെട്ടും. അങ്ങനെ തലവെട്ടിയ പോയ രണ്ടുപേരാണ് ഈ ഇരിക്കുന്നത്, മാർ കുറിയാക്കോസും മാതാ യൂലിത്തിയും. കുഞ്ഞിനെ തല ഇടിച്ച് പൊട്ടിച്ച് കൊന്നു, നിലത്തിട്ട് കാലെ കുത്തി പിടിച്ചിട്ട് നിലത്തിടിച്ചു. അമ്മയെ അതിനുശേഷം റോമൻ പടയാളി വാളെടുത്ത് വെട്ടിക്കൊന്നു. അപ്പോൾ മാമോദീസ മുങ്ങുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇന്നത്തെ കൂട്ട് അത് കഴിഞ്ഞ് വിരുന്ന് സൽക്കാരവും വൈനടിയും ബിയറടിയും ഒന്നുമല്ല. ഇന്നങ്ങനെയാണല്ലോ. മാമോദീസയ്ക്ക് അച്ഛന് രാവിലെ അവിടെ ചെല്ലും, അച്ഛന് ശുശ്രൂഷയൊക്കെ നടത്തിയിട്ട് വീട്ടിൽ ചെന്ന് അവർ നൽകുന്ന സദ്യയൊക്കെ കഴിയും. ഇതറിയാതെ, അച്ഛനറിയാതെ വൈകിട്ട് വേറൊരു സൽക്കാരമുണ്ട് മാമോദീസയുടെ പ്രമാണിച്ച്. അത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രം രഹസ്യമാണ്. രഹസ്യം കൽപ്പിച്ചീശൻ രഹസ്യം എനിക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രം, എൻ്റെ കൂട്ടുകാർക്കും മാത്രമുള്ളൊരു രഹസ്യ കൂട്ടായ്മയും വലിയൊരു വിരുന്ന് സൽക്കാരമുണ്ട്. മാമോദീസ നടന്നതേ അതാ, പൗരോഹിത്യ ശുശ്രൂഷ കുഞ്ഞിന് കൊടുത്തിട്ട് അഭിഷേകം കൊടുത്തിട്ട് അതിൻ്റെ ആഘോഷം. അതങ്ങനെയാണ് ഇപ്പോൾ മാമോദീസ നടക്കുന്നത്. ഇനി മാമോദീസയ്ക്കുള്ള വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങളോട്. മാമോദീസയ്ക്ക് ആരെയാണ് ക്ഷണിക്കേണ്ടത്? പറഞ്ഞിട്ടുള്ളതാ. ഇവിടെയാണോ എന്ന് എനിക്കറിയത്തില്ല എന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞിട്ടില്ലേ? എല്ലാവർക്കും വരാം, ആരെയും ക്ഷണിക്കണ്ട. ഒരു മാമോദീസ ഒരു ദേവാലയത്തിൽ നടന്നാൽ എല്ലാവരും സംബന്ധിച്ചിരിക്കണം. കാരണം ആ കുടുംബത്തിലേക്ക് ഒരു പുതിയ കുഞ്ഞിനെ അഭിഷേകം ചെയ്ത് കുടുംബത്തിൻ്റെ ഭാഗമാക്കുക. ഒരു ഫാമിലിയാണ് ഈ ദേവാലയത്തിലെ എല്ലാ അംഗങ്ങളുമെങ്കിൽ ഒരാളെയും വിളിക്കേണ്ട. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് സകലരും വന്ന് ഈ കുഞ്ഞിനെ മാമോദീസ ശുശ്രൂഷയിൽ സംബന്ധിപ്പിച്ച് അതിനെ മാമോദീസ മുക്കി കുർബാനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കുർബാനയ്ക്കിടയിലാണ് കുഞ്ഞിന് കുർബാന കൊടുക്കുന്നത്. അല്ല, മാമോദീസ സമയത്തല്ല. കിരീടം വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് അതിൻ്റെ രീതി. അങ്ങനെയൊക്കെയായിരുന്നു എല്ലാ രീതികളും. അതൊക്കെ പോയി. അപ്പോൾ ഇന്ന് അതൊക്കെ അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആദിമസഭയിൽ ഈ ഭീഷണി നിലനിൽക്കുകയാണ്. മാമോദീസ മുങ്ങുക എന്ന് പറഞ്ഞാൽ ആദിമസഭയിൽ അർത്ഥം ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ ഇതാ ഒപ്പിട്ട് തന്നിരിക്കുന്നു എന്നാണ്. ആത്മഹത്യാ കുറിപ്പാണ്. അല്ല, ആത്മഹത്യയല്ല, എന്തുവാ എന്ന് പറയുന്നത്, അത് ഞാൻ മരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നാണ്. പിന്നെ പേടിച്ചെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലെ ധൈര്യത്തിൽ ജീവിക്കുകയാണ്. ആര് കണ്ടാലും ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞാൽ അപ്പം കൊന്നുകളയും. അപ്പോൾ അതിനെ ഒന്ന് കാവൽ ചെയ്യുവാനും കൂടി ഇനിയും ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതിനെ കാവൽ ചെയ്യാൻ വേണ്ടി ആദിമസഭയിൽ രഹസ്യമായ ആരാധന നടത്തുന്നിടത്ത് വാതിൽ കാവൽക്കാരുണ്ടായിരുന്നു. അതിനെ പ്രതിനിധീകരിച്ചാണ് ഇപ്പോൾ
വാതിൽക്കാവൽക്കാർ എന്നുള്ള ശുശ്രൂഷ ഷമ്മാശനാകുന്നതിന് മുമ്പ് കൊടുക്കുന്നത്. നമുക്കറിയാം, അവരിങ്ങനെ ഊറാറ ഇടുന്നത് സാരി ഇടുന്ന പോലെ ഇടുന്നത് കാണാം. സത്യത്തിൽ അപ്പോഴും ഷമ്മാശനായിട്ടില്ല. പക്ഷേ നമ്മളവരെ ഷമ്മാശൻ എന്നാണ് വിളിക്കുന്നത്. കോറോയ മുതൽ കുപ്പായം തൊപ്പിയും വെച്ച് കഴിഞ്ഞാൽ അവരെ ഷമ്മാശൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഷമ്മാശൻ എന്നുള്ള പട്ടം കൂടെ വരുന്നത് പൗരോഹിത്യത്തിൻ്റെ അവിടെയാണ് പൗരോഹിത്യത്തിൻ്റെ പദവിയിലേക്ക് കയറുന്നത്. അതിനെയാണ് പൂർണ്ണ ഷമ്മാശൻ, 6ാമത്തെ പട്ടം പൂർണ്ണ ഷമ്മാശൻ. അപ്പോൾ ആദ്യത്തേത് ഒൽമോയോ, മമ്യോനോ, സമറോനോ, കോറൂയോ, യൗപ്ദോക്യോനോ, വാതിൽ കാവൽക്കാരൻ. ഇനിയുമാണ് ഷമ്മാശൻ, പൂർണ്ണ ഷമ്മാശൻ. എല്ലാവരും എന്തിനാണ് ഈ യൗപ്ദോക്യോനോ പട്ടം ഏറ്റെടുത്ത് നിൽക്കുന്നത്? പൂർണ്ണ ഷമ്മാശനായി നേരെ കൊടുക്കരുതോ? അത് ഇത്രയേ ഉള്ളൂ. വിവാഹം കഴിക്കാനുള്ളവർക്ക് വിവാഹം കഴിക്കാൻ അനുവാദം പൂർണ്ണ ഷമ്മാശനായി കഴിഞ്ഞാൽ പിന്നെ ഇല്ല, സഭാപരമായിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം. അങ്ങനെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ മൂറോൻ കൂദാശ വരുന്നു, ഈ വർഷം ഉണ്ടെന്ന് തോന്നുന്നല്ലേ, മൂറോൻ കൂദാശ വരുന്നു. മൂറോൻ കൂദാശയ്ക്ക് സാധാരണ ഷമ്മാശന്മാരെ സെമിനാരിയിൽ നിന്ന് കൊണ്ടുപോകും. സെമിനാരിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ മൂറോൻ കൂദാശയ്ക്ക് പൂർണ്ണ ഷമ്മാശന്മാരായിരിക്കണം മദ്ബായിൽ ശുശ്രൂഷിക്കേണ്ടത് എന്നുള്ളത് നിർബന്ധമുണ്ട്. പക്ഷേ പൂർണ്ണ ഷമ്മാശനായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് മൂറോൻ കൂദാശയുള്ള സമയത്ത് സെമിനാരിലെ എല്ലാ ഷമ്മാശന്മാരെയും പൂർണ്ണന്മാരാക്കുകയും അവർക്ക് വിവാഹം കഴിക്കാൻ അനുവാദം കൊടുക്കുകയും ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. അങ്ങനെ അയവുകളുണ്ട്, എക്സെപ്ഷൻസ് ഉണ്ട്. അതിന് മാത്രമേ ഉള്ളൂ കേട്ടോ, അറിയല്ലാതില്ല. അല്ലെങ്കിൽ യൗപ്ദോക്യോനോ പട്ടം വരെ ആക്കിയിട്ട് വിവാഹം കഴിക്കേണ്ടവർക്ക് വിവാഹം കഴിച്ചതിന് ശേഷം പൂർണ്ണനാകാം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെയും പൂർണ്ണനാകാം. മൂറോൻ കൂദാശയ്ക്ക് പൂർണ്ണ ഷമ്മാശന്മാർ മദ്ബായിൽ ശുശ്രൂഷിക്കേണ്ടത് നിർബന്ധമാകിയാൽ സെമിനാരിൽ പഠിക്കുന്ന ആ ബാച്ചിലെ ഫൈനൽ ഇയേഴ്സിനെ മുഴുവൻ പൂർണ്ണ ഷമ്മാശന്മാരാക്കും. അത്രയും ഷമ്മാശന്മാരെ ട്രെയിൻ ചെയ്യണം. അതിനുവേണ്ടിയാണ്, ശുശ്രൂഷയ്ക്ക് വേണ്ടി ട്രെയിൻ ചെയ്യണം. അതിനുവേണ്ടിയാണ്. അടുത്ത പട്ടമാണ് ഏത് പറയാമോ? അച്ഛനാന്ന് മനസ്സിലായി. കശീശോ. അതാണ് പ്രസ്ബിറ്റേറിയൻ എന്ന് പറയും. മൂപ്പന്മാർ എന്നാണ് പൗലോസ് ശ്ലീഹായുടെ ഭാഷയിൽ തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഇടയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തുവിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രീക്ക് വാക്ക് പ്രസ്ബിറ്റേറിയൻസ് എന്നാണ്. ബിഷപ്പാകാം. ബിഷപ്പ് ഒരു സ്ഥാനമാണ്, റംബാൻ ഒരു സ്ഥാനമാണ്. ഏതാ പൂർണ്ണ ഷമ്മാശൻ എന്ന് പറയുന്നത്? ഷമ്മാശനാണ് ആ വേർഡ്. പൂർണ്ണ ഷമ്മാശൻ എന്നുള്ളത് ഷമ്മാശൻ, അത് പൂർണ്ണനാണ്. അതായത് ഒരാളെ ഷമ്മാശൻ എന്ന് വിളിക്കാൻ ശരിക്കും യോഗ്യതയുള്ളത് പൂർണ്ണ ഷമ്മാശനെയാണ്. അല്ലാത്തവരെ വിളിക്കേണ്ടത് ഇങ്ങനെയാണ്, യൗപ്ദോക്യോനാണെന്ന്. പക്ഷേ അങ്ങനെയൊന്നും വിളിക്കാൻ നാക്ക് വഴങ്ങാത്തതുകൊണ്ടായിരിക്കും എല്ലാവരെയും ഷമ്മാശൻ എന്ന് പൊതുവെ അങ്ങ് വിളിക്കുന്നത്. പൂർണ്ണ ഷമ്മാശനായി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന എല്ലാ ശുശ്രൂഷകളും പൗരോഹിത്യത്തിൻ്റെയാണ്. അതായത് ഒരു പൂർണ്ണ ഷമ്മാശൻ മരിച്ചാൽ പുരോഹിതൻ്റെ ശവസംസ്കാര ശുശ്രൂഷയാണ് നടത്തുന്നത്. എന്നാൽ ഒരു യൗപ്ദോക്യോനോ മരിച്ചാൽ സാധാരണ പുരുഷൻ്റെ ശവസംസ്കാര ശുശ്രൂഷയാണ് നടത്തുന്നത്. അതാണ് ആ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. പൂർണ്ണ ഷമ്മാശന് പൗരോഹിത്യത്തിൻ്റെ ഉയർന്ന തലമാകിയാൽ ഒരു കശീശയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളും വേണമെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാം. ഉദാഹരണത്തിന് കുർബാന കൊടുക്കാം, ഏവെങ്കിലും വായിക്കാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. നമ്മുടെ സമയം ഏകദേശം തീരാറായി, നമുക്ക് ഉച്ച നമസ്കാരം നടത്തേണ്ട സമയമായെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ പട്ടം ഈ തലത്തിലെ കർത്താവ് പൗരോഹിത്യത്തിലും താഴ്ന്നിറങ്ങി എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പൗരോഹിത്യത്തിലും താഴ്ന്നിറങ്ങി ലോകത്തൊരു ഗുരുവും കാണിച്ചിട്ടില്ലാത്ത ഒരു മാതൃകയാണ് കർത്താവ് കാണിച്ചു തന്നിരിക്കുന്നത്. അത് നമുക്ക് വിശദമായിട്ട് അടുത്ത ദിവസം പഠിക്കാം. അതായത് അവൻ കുനിഞ്ഞ് ശിഷ്യന്മാരുടെ കാൽ കഴുകി എന്നുള്ളതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.